ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ അഖിലാണ്ടകാരനായ ദൈവത്തിന്റെ പാതാരബിന്ദത്തിൽ അവിടുത്തെ തിരുവെഴുത്തുമായി നിൽക്കുവാൻ എന്നെ സഹായിച്ച എന്റെ ദൈവത്തിന് ഞാൻ എന്റെ ഹൃദയംഗമായ പ്രണാമത്തെ അർപ്പിക്കുന്നു. കൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന സകല മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു. വെളിപ്പാടുകളുടെ കേദാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ താളുകളിൽ നിന്ന് പ്രവാചകനായ ഇരമ്യാവ് എഴുതിയ 32-ാം അധ്യായത്തിന്റെ 17-ാമത്തെ സൂക്തത്തെ ദൈവസമക്ഷത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അതിനെ അല്പനേരം ചിന്തിക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസത്യമായത് ഒന്നും ഇല്ല. അനന്തവും അജ്ഞാതവും അവർണ്ണനീയമായ പ്രപഞ്ചത്തിൽ ജീവൻ എന്ന പ്രതിഭാസത്തിന്റെ ഈറ്റില്ലമാണ് ഭൂമി. കരിത ഭംഗിയാർന്ന കാനനങ്ങൾ, അഗാധ നീലിമയുള്ള സമുദ്രങ്ങൾ, അത്യുന്നതങ്ങളായ ഗിരിശൃംഗങ്ങൾ, മഞ്ഞുതൊപ്പികൾ, നീലാകാശത്തിൽ ഒഴുകി നടക്കുന്ന മേഘങ്ങൾ, വൈവിധ്യമാർന്ന ജീവജാലങ്ങളുമൊക്കെ കൊണ്ട് നിറയപ്പെട്ട ഭൂമിയിൽ ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുൻപ് അവരിയുടെ നാനാ കോണുകളിൽ നിന്നുകൊണ്ട് അകമുരുകി മനുഷ്യൻ മനസ്സലിവുള്ള മഹാദൈവത്തോട് കരഞ്ഞപ്പോൾ ആ മഹാദൈവം മനുഷ്യനിൽ കൂടി നൽകുന്ന മഹത്വകരമായ മറുപടിയാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഈ കാണുന്ന പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു. ഇന്ന് ലോകത്തിൽ ഏകദേശം 750 കോടിയോളം ജനങ്ങളുണ്ട്. പോൽ അതിൽ 40 കോടിയോളം വരുന്ന ഒരു മഹാപുരുഷാരം ഈ ന്യൂ ജനറേഷൻ തലമുറയിൽ യുക്തിവാദത്തിലും നിരീശ്വരവാദത്തിലും പ്രത്യക്ഷവാദത്തിലുമൊക്കെ അടിസ്ഥാനം ഉറപ്പിച്ച് കാണുന്ന വിശ്വത്തെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവില്ല എന്ന തത്വമന്വേഷിക്കുമ്പോൾ ബൈബിളിലേക്ക് 2700 വർഷങ്ങൾക്ക് മുൻപ് സൃഷ്ടാവിനെ വെളിപ്പെടുത്തിയ മഹത്വകരമായ ശബ്ദമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അവശേഷിക്കുന്ന 700 കോടിയോളം ജനങ്ങൾ ഒന്നടങ്കം സമ്മതിക്കുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു. നിരീശ്വരവാദികളും യുക്തിവാദികളും പ്രത്യക്ഷവാദികളും അനേകം വാദനായങ്ങൾ ഈ പ്രപഞ്ചം യാദൃച്ഛികമായി ഉണ്ടായി വന്നു എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും ഇന്നയോളം തെളിയിക്കപ്പെടുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അനേകം വാദനായങ്ങൾ വച്ചു നിർത്തുന്നത് അതിപ്രധാനമായ ഒരു ഭാഗത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. ഇവിടെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഇവിടെ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, ഇവിടെ വിശ്വം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് അവർ പറയുന്ന വളരെ രസകരമായ ഒരു സംഭവത്തെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെളിപ്പെടുത്തും. പണ്ടേ ഉണ്ടായിരുന്നതും കത്തിച്ചൊലിച്ചുകൊണ്ടിരുന്നതുമായ ഒരു പിണ്ഡം പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ആയിരക്കണക്കിന് ഗോളങ്ങളായി, അഥവാ ആയിരക്കണക്കിന് ഗാലക്സികളായി. ആയിരക്കണക്കിന് ഗാലക്സികളിൽ അതിമഹത്തായ ക്ഷീരപഥം അഥവാ അഭീല എന്ന നമ്മുടെ ഗാലക്സിയും ഉണ്ടായി. ഈ ഗാലക്സിയിൽ തന്നെ ഏകദേശം 32 ഗോളങ്ങൾ, 9 ഗ്രഹങ്ങൾ, 400 കോടി നക്ഷത്ര വ്യൂഹങ്ങൾ, 1 പ്രകാശവർഷം ചുറ്റളവുമുണ്ട്. എന്നാൽ സൗരയുധത്തിലെ അതിശ്രദ്ധേയമായ ഒന്നാണ് ഭൂമി. ഈ ഭൂമി മുമ്പൊരിക്കൽ തിളച്ചു പോയി. എന്നാൽ കാലക്രമത്തിൽ അതാറി തണുത്തുറഞ്ഞതായ ഭൂമിയിൽ വെള്ളമുണ്ടായി. വെള്ളത്തിൽ ഏകകോശ ജീവിയായ അമീബയുണ്ടായി. പരിണാമം മുന്നോട്ട് ബഹുകോശ ജീവിയായ ത്രിവാലി ഉണ്ടായി. പരിണാമം മുന്നോട്ട് ഹൈഡ്ര മുതൽ ആംബിയോസ്കസ് വരെയുള്ളതായ പരിണാമങ്ങൾ നടന്നു. പരിണാമം വീണ്ടും മുന്നോട്ട് കടലിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ഉഭയജീവികൾ ഉണ്ടായി. പരിണാമം വീണ്ടും മുന്നോട്ട് സസ്തന ജീവികൾ ഉണ്ടായി. പരിണാമം മുന്നോട്ട്
വലിയ മൃഗങ്ങളുണ്ടായി. ചിമ്പൽസി കുരങ്ങുകൾ വേർതിരിക്കപ്പെട്ടു. ചിമ്പൽസിയിൽ നിന്ന് ജാഭ മനുഷ്യൻ, വീക്കിംഗ് മനുഷ്യൻ, നിയാണ്ടത്താൻ മനുഷ്യൻ, ഏറ്റവും ഒടുവിലായി നിർണായക ജീവിയായ ആധുനിക മനുഷ്യൻ ഹോമോ സാപ്പിയൻസ്, ഹോമോ ഇറക്ടസ് എന്ന ഘടകത്തിൽപ്പെട്ട മനുഷ്യൻ ഉണ്ടായി. ഇന്നയോളം ഏതെങ്കിലും ഒരു ലബോറട്ടറിയിലോ ഏതെങ്കിലും ഒരു പരീക്ഷണാർത്ഥമോ ഇതിന്റെ ഒരു കണിക പോലും തെളിയിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആക്കിയാൽ ഇത് ആരുടെയൊക്കെ സാങ്കല്പിക സൃഷ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ ഭാഗത്തെ ഞാൻ വിടും. 2, ഈശ്വര വിശ്വാസികളുടെ വാദം. ഇന്ന് ലോകത്തിലുള്ള 700 കോടിയോളം ജനങ്ങൾ ഒന്നടങ്കം പറയുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു. അതിനവരെ പ്രേരിപ്പിക്കുന്നത് അവരവർ വിശ്വസിച്ചിരിക്കുന്ന മതങ്ങൾ, അവർക്ക് എഴുതി നൽകിയിരിക്കുന്നതായ മതഗ്രന്ഥങ്ങൾ. ഇന്ത്യയിലെ ആര്യന്മാർക്ക് വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഉപപുരാണങ്ങളും സ്മൃതികളും ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം എന്നിത്യാദി ഗ്രന്ഥങ്ങൾ. ഇസ്ലാമികൾക്ക് പരിശുദ്ധ ഖുർആൻ, സിഖ് മതക്കാർക്ക് സന്തവസ്ഥയും, ബൗദ്ധ മതക്കാർക്ക് ത്രിപിടകനും, ആധുനിക പാർസി മതക്കാർക്ക് സന്തവസ്ഥയും, യഹൂദന്മാർക്ക് തൽമുദും, ക്രൈസ്തവർക്ക് ബൈബിൾ. ഇതെല്ലാം അവരെ സാക്ഷാൽ ഈശ്വരന്റെ അടുക്കലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന മാധ്യമങ്ങളാണ്. ലോകത്തിൽ അനേകം മതങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും അവരുടേതായ മതസംഹിതകൾ ഉണ്ട്. എങ്കിലും തിരുവെഴുത്തു എന്ന പേരിൽ അറിയപ്പെട്ടതായ ഒരേ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിളാണ് വിശ്വത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട വേദഗ്രന്ഥമെന്നും തെളിയിക്കാൻ വാക്കുകളുണ്ട്. എന്നാൽ എല്ലാ മതങ്ങൾക്കകത്തും സാക്ഷാൽ ഈശ്വരനെ കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഇവർ ഒന്നടങ്കം പറയുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു. അതെ, ഈ ലോകത്തിൽ മനുഷ്യ പ്രയത്നങ്ങൾ കൊണ്ട് ഒരു പക്ഷെ നമുക്ക് പലതും കണ്ടെത്താം. ഇന്നലെ കുറിച്ച്, ഇന്ദിനെ കുറിച്ച്, നാളെയെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച്, മണ്ണിനെ കുറിച്ച്, ആഴത്തെ കുറിച്ച്, ആകാശത്തെ കുറിച്ച്, സസ്യാദികളെ കുറിച്ച്, ജീവജാലങ്ങളെ കുറിച്ച് ഒക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. എന്നാൽ ഇവറ്റകളെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെ മനുഷ്യ പ്രയത്നങ്ങൾ കൊണ്ട് കണ്ടെത്തുക അസാധ്യം തന്നെയാണ്. പിന്നെ ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയാം? അതിന് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണം. അതെ, ദൈവം 3 ഘടകങ്ങളിൽ തന്റെ അസ്തിത്വം വെളിപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. 1, ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ദൈവം തന്റെ അസ്തിത്വം വെളിപ്പെടുത്തി. 2, എഴുതി നൽകിയിരിക്കുന്ന തിരുവെഴുത്തുകളിൽ കൂടെ ദൈവം തന്റെ അസ്തിത്വം വെളിപ്പെടുത്തി. 3, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം തന്റെ അസ്തിത്വവും വ്യക്തിത്വവും വെളിപ്പെടുത്തി. 1, ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ഈശ്വരൻ തന്റെ അസ്തിത്വം വെളിപ്പെടുത്തി. ബൈബിൾ സങ്കീർത്തന പുസ്തകം 19-ാം അധ്യായം 1-ാമത്തെ സൂക്തം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും, ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതെ, ഭൂമിയും സൂര്യനും തമ്മിലുള്ളതായ അകലം 9,30,30,31,000 മൈൽ, അല്ലെങ്കിൽ 15 കോടിയോളം കിലോമീറ്റർ. ഇതൊരൽപ്പം അടുത്തു പോവുകയോ അകന്നു പോവുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നിൽക്കുന്ന രൂപത്തിൽ ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. അടുത്തുപോയാൽ കത്തിക്കരിയും, അകന്നുപോയ മഞ്ഞുകട്ട കൊണ്ട് മൂടും. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ളതായ അകലം ഒരൽപ്പം അടുത്തു വന്നിരുന്നു എങ്കിൽ, അകന്നു പോയിരുന്നു എങ്കിൽ, ഇന്ന് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിൽ ലഭിക്കുന്നതായ ഊർജ സ്രോതസ്സുകളൊന്നും ലഭിക്കാതെ പോകുമായിരുന്നു. ഭൂമി 23.5 ഡിഗ്രി ചരിവിൽ ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. ഇതൽപ്പം നിവരുകയോ കമിഴുകയോ ചെയ്തിരുന്നുവെങ്കിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഭൂമിയുടെ ചലനത്തിന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കത്തില്ലായിരുന്നു. ഭൂമിയുടെ യഥാക്രമത്തിലുള്ള വട്ടം ചുറ്റൽ, സൂര്യന് ചുറ്റുമുള്ളതായ പ്രദക്ഷിണം വയ്ക്കൽ, ഇതൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരളവ് കുറഞ്ഞു പോയിരുന്നുവെങ്കിൽ ഇന്ന് ജീവജാലങ്ങളും മനുഷ്യരും അനുഭവിക്കുന്നതായ കാലാവസ്ഥ സാഹചര്യങ്ങളും ഇന്ന് മനുഷ്യർ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ സ്രോതസ്സുകളിൽ ലഭിക്കാതെ ഇവിടെ ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങി പോകുമായിരുന്നു. ഭൂമിക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നതായ ഓക്സിജന്റെ അളവ് അല്പം കുറഞ്ഞു പോയെങ്കിൽ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയത്തില്ല, കൂടിപ്പോയാലും ജീവിക്കാൻ കഴിയത്തില്ല. ഭൂമിക്ക് മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പൊടിപടലത്തിന്റെ കനം കുറഞ്ഞു പോയിരുന്നുവെങ്കിൽ ഭൂമണ്ഡലം
കത്തിക്കരിഞ്ഞ് തീക്കിരയായി തീരുമായിരുന്നു. കത്തിച്ചൊലിക്കുന്ന ഗ്രഹങ്ങൾക്ക് തുല്യമായി ഭൂമിയും മാറുമായിരുന്നു. അതുപോലെ തന്നെ ഭൂമിക്ക് മുകളിൽ വിരിച്ചു നിർത്തിയിരിക്കുന്ന ഓസോൺ ലെയർ എന്ന കുട ഇല്ലാതിരുന്നുവെങ്കിൽ മനുഷ്യ ത്വക്കുകൾ ഇത്രയും സൗന്ദര്യമുള്ളതായി തീരത്തില്ലായിരുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതിനെയെല്ലാം യഥാക്രമത്തിൽ ചമയിച്ച ഒരു ചമയിതാവ്, ഇതിനെല്ലാം യഥാക്രമത്തിൽ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രിതാവ് ഉണ്ട്. ബൈബിൾ ഇയ്യോബിന്റെ പുസ്തകം 26 സൂക്തം, ഉത്തരദിക്കിരി അവൻ ശൂന്യത്തിൽ വിരിച്ചിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. എന്താണ് നാസ്തിത്വം? എബ്രായ ലേഖനം 1 വാക്യം, സകലതും അവന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. അതെ, ദൈവത്തിന്റെ വചനമെന്ന ശക്തി കൊണ്ട് ഈ വ്യക്തികളെ മുഴുവൻ ദൈവം നിയന്ത്രിക്കുന്നു. ആകയാൽ ഈ കാണുന്ന പ്രപഞ്ചം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ദൈവത്തിന്റെ അസ്തിത്വം ഈ കാണുന്ന പ്രപഞ്ചത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 2, എഴുതി നൽകിയിരിക്കുന്ന രേഖകളിൽ കൂടെ ദൈവം തന്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എവിടെ, എങ്ങനെ എഴുതിയിരിക്കുന്നു? ഈ ലോകത്തിൽ ആദ്യമായി ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന തിരുവെഴുത്തുകൾ യഹൂദന്മാരിൽ കൂടെയാണ്. അതാദ്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്നേക്ക് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപുമാണ്. ബൈബിളിന്റെ ആദ്യകാല എഴുത്തുകാരെന്ന് പറയുന്നത് യാക്കോബിന്റെ 12 പുത്രന്മാരുടെ പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അനിശ്ചിത നേതാവായ മോശയിൽ കൂടെ ദൈവം സീനായി പർവ്വതത്തിൽ വച്ചെഴുതി നൽകിയ രേഖകളിൽ ദൈവം ആരാണ്, ദൈവത്തിന്റെ മഹത്വം എന്താണ്, ദൈവഭൂമി എങ്ങനെ സൃഷ്ടിച്ചു, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഇവിടെ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, ഇവിടെ സാമ്രാജ്യങ്ങൾ എങ്ങനെ ഉണ്ടായി, ഇവിടെ ഭാഷകൾ എങ്ങനെ ഉണ്ടായി, ഇവിടെ ജാതികൾ എങ്ങനെ ഉണ്ടായി, ഇവിടെ ഭരണസീമകൾ എങ്ങനെ ഉണ്ടായി, എല്ലാം വിശദമായി വിശദീകരിച്ചിരിക്കുന്നതായി കാണാം. നിരീശ്വരവാദത്തിനും യുക്തിവാദത്തിനും പ്രത്യക്ഷവാദത്തിനുമുള്ള പ്രായം കേവലം 100 വർഷമാണ്. എന്നാൽ നരകുലം 6000 എന്ന് കൂട്ടിയാൽ ഇന്നേക്ക് ഏകദേശം 6000 വർഷങ്ങൾക്ക് മുൻപേ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യൻ ഈശ്വരനെ വിശ്വസിച്ചിരുന്നു. അതെ, ഈ കാണുന്ന പ്രപഞ്ചം ഈശ്വരന്റെ സൃഷ്ടിയാണ്. ആ മഹത്വ സമ്പൂർണനായ ദൈവത്തെ, സനാതന സത്താവിശേഷമായ ദൈവത്തെ തിരുവെഴുത്തുകളിൽ കൂടെ ഇതാ നമുക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചോദ്യം, എങ്ങനെ ഇത്രയും ഭയങ്കരനായ ദൈവം മനുഷ്യനിൽ കൂടെ, തിരുവെഴുത്തുകളിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി? അതിനൊരു വലിയ രഹസ്യമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 28 വരെ ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവന്റെ മൂക്കിൽ ദൈവത്തിന്റെ ശ്വാസത്തെ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആകയാൽ മനുഷ്യന്റെ മേൽ വസിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ മനുഷ്യനെ നിത്യനായി സൃഷ്ടിച്ചു. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ തേജസ്സിന്റെ വസ്ത്രം മനുഷ്യനെ ഉടുപ്പിച്ചു. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തോട് കൂടെ വസിക്കുവാൻ, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവാൻ, ഈ കാണുന്ന ഭൂമിയെ അടക്കി വാഴുവാൻ. എന്നാൽ ദൈവത്തിന് സ്നേഹിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അപരനായി, നിത്യനായി, നിത്യകാലം ദൈവത്തോട് വസിക്കുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവകൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ദൈവത്തിന് ശത്രുവായി തീർന്നു. ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച മനുഷ്യൻ ദൈവാനുഗ്രഹം പോലെ പെറ്റു പെരുകിയെങ്കിലും ദൈവമുൻപാകെ നിൽക്കാൻ കഴിയാതെ അവൻ ഓടി. ആ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യനെ വിട്ട് അകന്നിരിക്കാൻ പരമകാരുണ്യവാനായ ദൈവത്തിനും കഴിയത്തില്ല. ആകയാൽ ആ ദൈവം മനുഷ്യന്റെ ആത്മാവോടുകൂടി ഇടപെട്ട് എഴുതി നൽകിയതാണ് തിരുവെഴുത്തുകൾ. അതെ, ഇന്നത്തെ ബ്ലൂടൂത്തുകളും ഇന്നത്തെ വയർലെസ് സിസ്റ്റങ്ങളും ഇന്നത്തെ വൈഫൈ കണക്ഷനുകളും എല്ലാം പരസ്പരം നമുക്ക് യോജിപ്പിക്കാൻ കഴിയുന്നത് പോലെ പരമകാരുണ്യവാനായ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യനോട് ഏത് സമയത്ത് വേണമെങ്കിലും ദൈവത്തിന് കണക്ട് ചെയ്യുവാൻ കഴിയും. ആ എഴുതി നൽകിയിരിക്കുന്ന രേഖകൾ പരമകാരുണ്യവാനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. ബൈബിൾ ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപ്
ആവർത്തന പുസ്തകം 6-ാം 4-ാമത്തെ സൂക്തം. യഹൂദന്മാരുടെ തൽമുദിലും ഈ വാക്യത്തെ കാണാം. ഹീബ്രു ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നേ തേജ് സത്മഗത് യക്ത. അർത്ഥം, യഹോവ ഏകദൈവമാകുന്നു, ദൈവം ഏകനാകുന്നു. ഋഗ്വേദം 1-ാം മണ്ഡലം 164-ാം സൂക്തം 46-ാം വാക്യം. ഏകം സത്യമായത് ഒന്നേ ഉള്ളൂ. ദൈവം ഏകനാണ്, പക്ഷെ ആ ദൈവം സത്യമാണ്. പരിശുദ്ധ ഖുർആൻ ലാ ഇലാഹ ഇല്ലില്ലാഹ്. അർത്ഥം, അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല. ബൈബിൾ വീണ്ടും ആവർത്തിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 4 മുതൽ 6 വരെ. ഏക ദൈവമല്ലാതെ ദൈവമില്ല, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അതെ, ബൈബിൾ പറയുന്നു, വേദങ്ങൾ പറയുന്നു, ഉപനിഷത്തുകൾ പറയുന്നു, ദൈവം ഏകനാകുന്നു, ദൈവം സത്യമാകുന്നു. ഈ ദൈവത്തിന് മാതാവോ പിതാവോ തുടക്കമോ ഒടുക്കമോ ഭാര്യയോ മക്കളോ കുഞ്ഞുകുട്ടി പരാധീനതകളോ ഇല്ല എന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. ആ ദൈവത്തെ ബൈബിൾ വീണ്ടും ആവർത്തിക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ സൂക്തം. ദൈവം ആത്മാവാകുന്നു. ആദിയിൽ ഏകനായിരുന്ന ദൈവം അവൻ ആത്മാവാകുന്നു പോൽ. ഐതരോപനിഷത്ത് 1:1 ആത്മാവ ഇദം ഏക ഏവാഗ്ര ആസിത്. അർത്ഥം, ആദിയിൽ ഏകനായിരുന്ന ദൈവം ആത്മാവാകുന്നു. അതെ, ബൈബിളും വേദങ്ങളും ഒരേ വാക്കുച്ചരിക്കുന്നു ദൈവത്തിന്റെ അസ്തിത്വത്തെ. ബൃഹദാരണ്യകോപനിഷത്ത് 1:4 ആത്മൈവേദമഗ്ര ആസിക് തതോ അഹം നാമ അഭവത്. അർത്ഥം, ഏകനായിരുന്ന ആത്മാവ് അഹം ആസ്മി, ഞാനാകുന്നു എന്ന് തന്റെ പേര് പ്രഖ്യാപിച്ചു. അന്നേക്ക് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് ഇതാ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നു. അർത്ഥം, ഞാനാകുന്നവൻ ഞാനാകുന്നു. പുറപ്പാട് പുസ്തകം 3:14 I am that I am. അതെ, ദൈവം തന്റെ പേര് വെളിപ്പെടുത്തുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇതൊരു പേരല്ല, പകരം കാലവാഹിയായ ശബ്ദം. ഭാവിയില്ല, ഭൂതമില്ല, സ്ഥിരം വർത്തമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന നിത്യനായ ദൈവം തന്റെ മഹത്വത്തെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി. ഈശാന. അർത്ഥം, അവൻ നിത്യരക്ഷയുടെ ദൈവമാകുന്നു. അതെ, വേദസൂക്തങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവം സത്യമാണ്. 2 ദൈവം ഏകനാണ്. 3 ദൈവം പിതാവാണ്. 4 ദൈവം ആത്മാവാണ്. 5 ദൈവം തന്റെ പേര് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. 6 ദൈവം നിത്യരക്ഷയുടെ ദൈവമാകുന്നു. അതെ, വിശുദ്ധ ബൈബിൾ സങ്കീർത്തനം 82 ദൈവം ബലത്തെ അരക്കി കെട്ടിക്കൊണ്ട് ഭൂലോകത്തെ ഇളകാതെ ഉറപ്പിച്ചിരിക്കുന്നു. 1 തിമോഥെയോസ് 6-ാം അധ്യായം 15-16 സൂക്തങ്ങൾ രേഖപ്പെടുത്തുന്നു. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചം. എബ്രായ ലേഖനം 12-ാം അധ്യായം 29-ാം സൂക്തം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. ഇതാണ് ദൈവത്തിന്റെ അസ്തിത്വം. ഈ അസ്തിത്വത്തോട് അടുത്ത് ചെല്ലുക മനുഷ്യന് അസാധ്യമായ കാര്യം. ആത്മാവായ ദൈവത്തെ, ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തെ, സാക്ഷാൽ പരമാത്മാവായ ദൈവത്തെ, സനാതന സത്താവിശേഷമായ ദൈവത്തിന്റെ അടുക്കൽ മനുഷ്യന് ചെല്ലാൻ കഴിയത്തില്ല എന്ന് ഈ വേദസൂക്തങ്ങളും വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തുന്നു. വീണ്ടും ഈശോവാശ്യോപനിഷത്ത് 1:15 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഹിരൺമയനേ പാത്രേണ സത്യസപ്പിഹിതം മുഖം തത്വം പൂഷൻ അപാവരണു സത്യധർമായ ദൃഷ്ടയെ. അല്ലയോ തേജസ്വരൂപനായ ദൈവമേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ, നിന്റെ തേജസ്സാകുന്ന സ്വർണ്ണ പാത്രം കൊണ്ട് മൂടിയിരിക്കുന്ന സത്യത്തിന്റെ മുഖം, സത്യധർമ്മങ്ങളുടെ ദർശനത്തിനായി, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ജ്ഞാനോപദേശങ്ങൾ ആ മുഖത്തു നിന്ന് കേൾക്കുന്നതിനായി
സത്യത്തിലേക്കുള്ള വഴി അറിയുന്നതിനായി ഞങ്ങൾക്ക് തുറന്നു തന്നാലും, ആ ഉപദേശകനെ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തിയാലും. അല്ലയോ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമേ, അല്ലയോ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവമേ, നിന്നോട് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് കഴിയാതിരിക്കുന്നു. ആകയാൽ നീ ഞങ്ങളെ ജ്ഞാനത്തിൽ നടത്തുവാനും തകർച്ചയുടെ വക്കിൽ നിന്ന് വീണ്ടെടുത്ത് നിന്നോടൊപ്പം അടുപ്പിക്കുവാനുമായി ദേശത്തിൽ ഒരു മനുഷ്യനായി കടന്നു വരണമേ എന്ന പ്രാർത്ഥനയാണ് മഹർഷിമാർ ദൈവത്തോട് കരഞ്ഞിരിക്കുന്നത്. അതിനിതാ മറുപടി ഇന്നേക്ക് 2000 ആണ്ടുകൾക്ക് മുൻപേ പാലസ്തീന്റെ മണ്ണിൽ നിന്ന് വന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ സൂക്തം. ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും നിത്യതയിൽ എത്തുന്നില്ല. അതെ, മനുഷ്യൻ മനമുരുകി മനസ്സരിവുള്ള ദൈവത്തോട് കരഞ്ഞപ്പോൾ മനുഷ്യന് ദൈവം നൽകുന്ന മതിയായ ഉത്തരമാണ് ദൈവം ഇതാ വേഷത്തിൽ മനുഷ്യനായി കടന്നു വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ദൈവം തന്റെ അസ്തിത്വം വെളിപ്പെടുത്തി. എഴുതി നൽകിയിരിക്കുന്ന തിരുവെഴുത്തുകളിൽ കൂടെ ദൈവം തന്റെ അസ്തിത്വം വെളിപ്പെടുത്തി. മൂന്നാമതായി യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം തന്റെ അസ്തിത്വവും വ്യക്തിത്വവും വെളിപ്പെടുത്തി. 3, യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം തന്റെ അസ്തിത്വവും വ്യക്തിത്വവും വെളിപ്പെടുത്തുന്നു. അന്നേന അതിരോഹതി, ഋഗ്വേദം 10:92. അവൻ അതിശയകരമായി കന്യകയുടെ ഗർഭത്തിൽ മനുഷ്യപുത്രനായി ജനിക്കുന്നു. അതെ, യെശയ്യാ 7:14 ബൈബിൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അത് തന്നെ ഇതാ വേദസൂക്തങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ഹിരണ്യഗർഭ സമവർത്ത താഗ്രേ ഭൂതസ്യ ജാത പതിരോഗ ആസിത് സദാധാര പൃഥൂവീം ദ്രൂമു തേമാം കസ്മൈ ദേവ ഹവിഷാവിദേവ. അർത്ഥം, തേജസ്സിന്റെ ഗർഭത്തിൽ നിന്ന് ഉത്ഭവിച്ച പുത്രൻ ഹിരണ്യഗർഭൻ, തേജസ്വരൂപൻ, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, പ്രപഞ്ചോൽപത്തിക്ക് മുൻപ് പരമാത്മാവിൽ നിന്ന് ജനിച്ചു. ജനിച്ചപ്പോൾ തന്നെ അവൻ അഖിലാണ്ടത്തിന്റെ ഏക അധിപതിയായി നിയമിക്കപ്പെട്ടു. അധിപതി എന്നു മാത്രമല്ല, കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ ഭൂമിയുടെയും ആകാശത്തിന്റെയും സർവത്തിന്റെയും പരിപാലകനുമായി തീർന്നു. അതെ, ഭയങ്കരനായ ദൈവം, സനാതന സത്താ വിശേഷമായ ദൈവം, ആ ദൈവത്തെ പരമാത്മാവായി ഇതാ വേദസൂക്തങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ പരമാത്മാവായ ദൈവം സൃഷ്ടിക്കു വേണ്ടി ആ പരമാത്മാവിൽ നിന്ന് പുത്രൻ എന്ന ഘടകത്തിൽ വ്യക്തിത്വത്തിൽ ദൈവം അവതരിച്ചുവെന്നും ആ വ്യക്തിയായി നിന്നുകൊണ്ട് ഈ കാണുന്ന വിശ്വത്തെ മുഴുവൻ അവൻ സൃഷ്ടിച്ചു എന്നും ഇതാ വേദസൂക്തം. ബൈബിൾ സദൃശവാക്യം 8-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള സൂക്തങ്ങൾ പ്രപഞ്ച സൃഷ്ടിയെ മുഴുവൻ രഹസ്യമായി വെളിപ്പെടുത്തുമ്പോൾ ഞാൻ ജ്ഞാനമാകുന്നു. അതെ, ആ ജ്ഞാനത്തിന്റെ ആളത്വം കർത്താവായ യേശുക്രിസ്തു പറയുന്നു. യഹോവ പണ്ട് പണ്ടേ, അഥവാ പരമാത്മാവ് പണ്ട് പണ്ടേ സൃഷ്ടിയുടെ ആരംഭമായി ഈ കാണുന്ന ചരാചരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ, ശൂന്യത പോലും ഇല്ലാത്തൊരു സമയത്തു എന്നെ ഉളവാക്കി. ഞാൻ മുഖാന്തരം ഈ കാണുന്നതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് തുടക്കം. അതെ, പരമാത്മാവിൽ നിന്ന് ഉത്ഭവിച്ച പുത്രൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. ആ സൃഷ്ടാവ് ഇതാ വേഷത്തിൽ മനുഷ്യനായി കടന്നു വരുന്നു എന്ന ധ്വനിയാണ് നാം ഇവിടെ വേദസൂക്തങ്ങളിൽ നിന്ന് കേൾക്കുവാനിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൽ നിന്ന് പാപം ചെയ്യുന്ന അകന്നു പോയ മനുഷ്യൻ അവൻ പൂർണ്ണമായി മനസ്സിലായി. പാപത്തിന്റെ ശമ്പളമായ മരണം, ബൈബിൾ റോമാലേഖനം 6-ാം അധ്യായം 23. ജഡമരണത്തെ അല്ല ഉദ്ദേശിച്ചത്, ഒടുവിലായി ലഭിക്കുന്ന വാളുകൊണ്ട് ഛേദിക്കാൻ കഴിയാത്തതും തീ കൊണ്ട് കത്തിക്കാൻ കഴിയാത്തതും വെള്ളത്തിൽ അലിയിക്കാൻ കഴിയാത്തതും വായുവിൽ അലിയിക്കാൻ കഴിയാത്തതുമായ തന്റെ ആത്മാവ്
നിത്യമായ തീപ്പൊയ്ക എന്ന രണ്ടാം മരണത്തിൽ കടന്നു പോകുമെന്ന ബോധം മനുഷ്യന് വന്നപ്പോൾ എങ്ങനെ ബോധമുണ്ടായി? ദൈവം മനുഷ്യനെ ബുദ്ധിയും ഇച്ഛയും സ്വാതന്ത്ര്യവും മനസ്സാക്ഷ്യമുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആകയാൽ ആ ബോധം മനസ്സിലായപ്പോൾ അവൻ മനസ്സലിവുള്ള ദൈവത്തോട് കരയുക, റാഹിമ റാഹിമ, രക്ഷിക്കണം രക്ഷിക്കണം രക്ഷിക്കണം. കോരേബ് പർവ്വതത്തിൽ വച്ച് ഇസ്രായേലിന്റെ അനിശ്ചിത നേതാവായ മോശയ്ക്ക് അഗ്നിയിൽ പ്രത്യക്ഷനായ അഗ്നിയിൽ നിന്ന് സംസാരിച്ച ദൈവം തന്റെ പേര് വെളിപ്പെടുത്തിയതാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത മോശ വീണ്ടും ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നിന്റെ നാമം എന്തെന്ന് ഞാൻ ഈ ജനത്തോട് പറയണം. വീണ്ടും ദൈവം ആവർത്തിച്ചു, യഹോവ. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പരമാത്മാവാകുന്നു, ഞാൻ സർവ്വത്തിന്റെയും സൃഷ്ടാവാകുന്നു, ഞാൻ വീണ്ടെടുപ്പുകാരനാകുന്നു, ഞാൻ സ്വയം വെളിപ്പെടുത്തുന്നവനാകുന്നു, ഞാൻ നിസ്തുല്യനാകുന്നു, ഞാൻ കർത്താവാകുന്നു, ഞാൻ തീഷ്ണതയോടെ കരുതുന്നവനാകുന്നു, ഞാൻ ഒടുവിൽ എല്ലാത്തിനും തീർപ്പ് കൽപ്പിക്കുന്നവനാകുന്നു, ഞാൻ എല്ലാമാകുന്നു എന്ന മഹത്വമാണ് ദൈവം വെളിപ്പെടുത്തിയത്. ഉടനെ മനുഷ്യൻ പ്രാർത്ഥിച്ചു, യഹോവയെ രക്ഷിക്കണം, യഹോവയെ രക്ഷിക്കണം. BC 1000 കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് കരയുന്നു. ബൈബിൾ സങ്കീർത്തനം 83 2-3 സൂക്തങ്ങൾ. അല്ലയോ ദൈവമേ, നിന്റെ വെളിച്ചവും നിന്റെ സത്യവും അയച്ച് അതെന്നെ ജീവന്റെ മാർഗത്തിലും തിരുനിവാസത്തിലും എത്തിക്കട്ടെ. അതെ, ഞാൻ അസത്യത്തിലാണ്, ഞാൻ അന്ധകാരത്തിലാണ്. ഈ കാരണത്താൽ ഞാൻ നിത്യമായ മരണത്തിൽ ചെല്ലും. അവിടെ ചെല്ലാതിരിക്കാൻ നീ സത്യത്താൽ എന്നെ സ്വതന്ത്രനാക്കി വെളിച്ചത്തെ എന്നിൽ പകർന്നു ജീവന്റെ മാർഗത്തിലോട്ട് തെരഞ്ഞെടുത്ത് നീ ഒരുക്കുന്ന നിത്യഭവനമെന്ന തിരുനിവാസത്തിൽ എന്നെ എത്തിക്കണമേ. അല്പകൂടി കാലം മുന്നോട്ട് ചെന്നപ്പോൾ ഇതാ മഹർഷിമാർ പാടി, അസത് ഓമം സദ്ഗമയ, തമസ് ഓമം ജ്യോതിർഗമയ, മൃത് ഓർമാം അമൃതംഗമയ. ബൃഹദാരണ്യ ഉപനിഷത്ത് 1:3-28 ഈ വാക്യങ്ങളെ നമുക്ക് ദർശിക്കാം. അർത്ഥം, അല്ലയോ ദൈവമേ, ഞാൻ അസത്യത്തിലാണ്, എന്നെ സത്യത്തിലേക്ക് നയിക്കണം. അല്ലയോ ദൈവമേ, ഞാൻ അന്ധകാരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണം. അല്ലയോ ദൈവമേ, ഞാൻ മൃത്യുവിന് അടിമപ്പെട്ടിരിക്കുന്നു, എന്നെ ജീവങ്കലേക്ക് നയിക്കണമേ. അവനിയുടെ നാനാകോണികളിൽ നിന്ന് അഖില ജനകോടികൾ ഒന്നടങ്കം അഖിലാണ്ടകാരകനായി ദൈവത്തോട് കരഞ്ഞപ്പോൾ ദൈവം ഇതാ കാലത്തെ ഒരുക്കി 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 ചമയിച്ചെടുത്തു. കാലത്തിൽ തനിക്ക് ലോകത്തിൽ ഇറങ്ങി വരുവാൻ തക്കവണ്ണമുള്ള രൂപത്തിൽ ഈ തലമുറയെ മുഴുവൻ വാർത്തെടുത്തപ്പോൾ ഇന്നേക്ക് 2000 ആണ്ടുകൾക്ക് മുൻപ് ദൈവം വേഷത്തിൽ മനുഷ്യനായി കടന്നു വരുമെന്നുള്ള ധ്വനി അതിനും 1000 വർഷങ്ങൾക്ക് മുൻപ് സങ്കീർത്തനം 40:6 പ്രവാചകനിൽ കൂടി ദൈവം വെളിപ്പെടുത്തി. 6 മുതൽ 10 വരെയുള്ള സൂക്തങ്ങൾ എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവര് ദൈവം നമ്മോട് കൂടെ, അതെ, ദൈവം നമ്മോട് വാഴുവാൻ ഇറങ്ങി വരുന്നു. 9 അതിന്റെ 2 യെശയ്യാ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നഫ്താലി ദേശവും സെബൂലൂൻ ദേശവും ജാതികളുടെ ഗലിയിലേക്കും ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണും. മീക 5:2 അല്ലയോ ബെത്ലഹേം എഫ്രാത്തെ, യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായാലും എന്റെ ജനത്തെ മേയ്പ്പാനുള്ള അധിപതി എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അതെ, ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരൻ ബെത്ലഹേമിൽ ജനിക്കും എന്ന വാക്തത്വം ദൈവം മനുഷ്യൽ കൂടി നൽകി. കാലസമ്പൂർണതയിൽ പാലസ്തീനിൽ ഗലീല എന്ന പട്ടണത്തിൽ നസ്രത്ത് എന്ന ഗ്രാമത്തിൽ യൗസേപ്പ് എന്ന പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തു വച്ചിരുന്ന കന്യകയായ സ്ത്രീയായ മറിയത്ത് ദൂതൻ സന്ദർശിച്ചു. ദൈവത്തിന്റെ ദൂതന്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ്, മറിയയെ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഒരു മകനെ പ്രസവിക്കാൻ പോകുന്നു. മറിയയുടെ മറുപടി, ഞാനതിന് പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ ആവർത്തിച്ചു, പുരുഷന്റെ ഇഷ്ടത്താലല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആകയാൽ ഉത്ഭവിപ്പാനിരിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യൗസേപ്പ് അവൾ ഗർഭവതി എന്ന് കേട്ടപ്പോൾ അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ദൂതന്റെ സമീപനത്തിൽ യൗസേപ്പിന് കാര്യം ബോധ്യം വന്നപ്പോൾ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ മടിച്ചില്ല. ദരിദ്രരായ 2 ദമ്പതികൾ ഒന്നിച്ചു ചേർന്നു അവരൊരു കുടുംബമായി.
അവരുടെ നടുവിൽ കർത്താവായ യേശുക്രിസ്തു ജന്മമെടുത്തു. കാല സമ്പൂർണതയിൽ അവൻ യഹൂദ്യയിലെ ബത്ലഹേമിൽ മനുഷ്യനായി അവതരിച്ചു. അതെ, വചനം ജഡമായി ആത്മാവ് രൂപം ധരിച്ച് അഖിലാണ്ടകാരകനായ ദൈവം, അദൃശ്യനായ ദൈവം, വിശ്വത്തിൽ ഒതുങ്ങാത്ത ദൈവം ഇതാ കേവലം മനുഷ്യന്റെ കൈവെള്ളയ്ക്കകത്ത് ഒതുങ്ങത്തക്ക രൂപത്തിൽ തട്ടാണിറങ്ങി വന്നിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതി, അവൻ ദൈവം ആയിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം പ്രാപിച്ച് ഇറങ്ങി വന്നിരിക്കുന്നു. അതെ, കിരണ്യഗർഭനായി സാക്ഷാൽ മനുഷ്യവേഷത്തിൽ പരമാത്മാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രപഞ്ച ഉൽപ്പത്തിക്ക് മുൻപേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പുത്രൻ ഇതാ ജഡ അവതാരം ചെയ്തിരിക്കുന്നു. അവന്റെ ജനന മഹോത്സവം അറിഞ്ഞുകൊണ്ട് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്നു മോര് കൊണ്ടിരിക്കും. കാഴ്ചവെച്ചവനെ വീണ് നമസ്കരിച്ച് ആരാധിച്ചു സായുജ്യം കണ്ടെത്തി മടങ്ങി. ഒടുവിൽ ദരിദ്ര ദമ്പതികൾ ഈ ശിശുവിനെയും കൊണ്ട് യഹൂദന്മാരുടെ പവിത്ര ദൈവാലയത്തിൽ കടന്നുപോയി. അപ്പോൾ ചില വേദസൂക്തങ്ങളുടെ നിവർത്തീകരണം നമുക്ക് കാണാം. സാമവേദ ഉത്തരാക്ഷ്യഖണ്ഡം 69 ഓം ശ്രീ കന്യശുദ്ധായ നമ, ഓം ശ്രീ ദരിദ്ര നാരായണായ നമ, ഓം ശ്രീ വൃക്ഷശൂലാർപ്പിതായ നമ, ഓം ശ്രീ ഫ്രം ഫ്രങ്കായ നമ, ഓം ശ്രീ പഞ്ചകായ നമ, ഓം ശ്രീ ദക്ഷിണമൂർത്തിയേ നമ. അർത്ഥം, കന്യകയിൽ നിന്ന് ജനിച്ചവനെ നമിക്കുന്നു, ദരിദ്രനായി പിറന്നവനെ നമിക്കുന്നു, വൃക്ഷത്തോട് ചേർത്ത് ശൂലത്താൽ തറയ്ക്കപ്പെട്ടവനെ നമിക്കുന്നു, മരണത്തെ ജയിച്ചവനെ നമിക്കുന്നു, 5 മുറിവുകൾ ഉള്ളവനെ നമിക്കുന്നു, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നവനെ നമിക്കുന്നു. അതേ പ്രിയരെ, വേദസൂക്തത്തിന്റെ നിവർത്തി പോലെ യേശുക്രിസ്തു ജനിച്ചത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യഹൂദ ഗോത്രത്തിൽ നിന്ന് ലോകോദ്ധാരകൻ വരുമെന്ന് പ്രവാചക സൂക്തങ്ങൾ നിലനിന്നതനുസരിച്ച് യേശു യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ചു. ബൈബിൾ റോമാലേഖനം 1:5 ജഡ സംബന്ധിച്ചവൻ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തി നിൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തു എന്ന ഈ പൈതലിനെയും കൊണ്ട് ഇതാ ദരിദ്ര ദമ്പതികൾ ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മഹാപുരോഹിതനായ ശിമയോൻ ഈ കുട്ടിയെ കൈകളിൽ താങ്ങിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഇപ്പോൾ നാഥാ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണം. സൃഷ്ടാവിനെ കൈക്കുമ്പിളിൽ താങ്ങിപ്പിടിച്ചിരിക്കുന്നു. എന്തോ ഒരു അത്ഭുതം! ലോകത്തിൽ ഇന്നയോളം നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ അത്ഭുതം. അന്നേക്ക് 1000 ആണ്ടുകൾക്ക് മുൻപ് വിശ്വവിജ്ഞാനിയായ സോളമൻ ദൈവത്തിനൊരു ദൈവാലയം പണിതിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുന്നില്ല. പ്രവാചകനായി ഇരമ്യാവ് 23:24 പറഞ്ഞു, ദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. യെശയ്യാ 61:1 താൻ പറയുന്നു, ദൈവം സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി ദൈവത്തിന്റെ പാദപീഠം. അതേ പ്രിയരെ, ഇത്രയും ഭയങ്കരനായ ദൈവം സൃഷ്ടിയുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ നോക്കിക്കൊണ്ട് ശിമയോൻ പറയുന്നു, നീ ഇസ്രായേലിന്റെ മഹത്വം, ജാതികൾക്ക് നീ വെളിച്ചം, ലോകത്തിന്റെ രക്ഷകൻ. അതെ, സകല മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇതാ വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനന മഹോത്സവം ലോകത്തോട് ദൂതൻ അറിയിച്ചത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിന്റെ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതേ കർത്താവ് സ്വയം പൂവായവനും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും ക്രിസ്തു ദൈവ സാന്നിധ്യം മുഴുവൻ ചുമന്നവൻ, പരമാത്മാവിന്റെ പൂർണ്ണ ശക്തിയും പ്രാപിച്ചുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്നവൻ ഇതാ രക്ഷകനായി മനുഷ്യവേഷത്തിൽ അവതരിച്ചിരിക്കുന്നു. അതേ ഏകദേശം 30 വർഷക്കാലം
താൻ വെളിപ്പെടരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മൗനമായിരുന്ന ലോകോദ്ധാരകനായ ഹിരണ്യഗർഭൻ 30-ാമത്തെ വയസ്സിൽ ദൗത്യ നിർവഹണത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചതിന് പ്രധാനപ്പെട്ട 3 ഉദ്ദേശങ്ങളാണ്. 1, ദൈവത്തെ വെളിപ്പെടുത്തുക. 2, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾക്ക് നിവർത്തീകരണം വരുത്തുക. 3, പാപത്തിന് പരിഹാരം വരുത്തുക. ആ ദൗത്യത്തിന് വേണ്ടി താൻ ഇതായി യാത്ര ചെയ്യുമ്പോൾ പാലസ്തീനിലെ യോർദാന്റെ തീരത്ത് കടന്നു വരുമ്പോൾ അന്നത്തെ പ്രവാചകനായ യോഹന്നാൻ ഇവനെ നോക്കി ലോകത്തോട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവൻ സാക്ഷാൽ ദൈവം, പക്ഷേ ഇപ്പോൾ കുഞ്ഞാടിന്റെ സ്വഭാവമുള്ളവനായി ദേശത്തിൽ ലോകത്തിന്റെ പാപത്ത് ചുമക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ലോകത്തിന്റെ പകരക്കാരനായി യാഗാഗ്നിയിൽ എരിഞ്ഞടങ്ങേണ്ട യാഗാഗ്നിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കുഞ്ഞാടായി ഇവനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. അതെ, യേശു ക്രിസ്തു പാലസ്തീന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ലോകത്തിൽ വെളിപ്പെട്ടത് ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരനെന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ 3 ഉദ്ദേശങ്ങൾ ക്രിസ്തുവിൽ നിവർത്തിയായതായി നമുക്ക് കാണാം. 1, അവൻ ദൈവത്തെ വെളിപ്പെടുത്തണം. വേദസൂക്തങ്ങൾ ദൈവത്തെ കുറിച്ച് പറയുന്നു, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ ഭൂമിം വിശ്വതോ വൃത്വ അത്യാദിഷ്ടാദശാങ്കുലം. ഋഗ്വേദം 10-ാം മണ്ഡലം 90:1-16. അർത്ഥം, ദൈവം പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ്. പരമാത്മാവോടുകൂടെ പരമാത്മാവായിരുന്ന സർവശക്തനാണവൻ. അവൻ 1000 കൈകളുണ്ട്, 1000 കാലുകളുണ്ട്, 1000 പാദങ്ങളുണ്ട്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, അല്ലയോ ദൈവമേ, നിനക്ക് 1000 തലകളുണ്ടെന്ന് ഇതാ മഹർഷിമാർ പ്രാർത്ഥിക്കുന്നു. അല്ലയോ ദൈവമേ, നിനക്ക് 1000 കൈകളുണ്ട്. അല്ലയോ ദൈവമേ, നിനക്ക് 1000 പാദങ്ങളുണ്ട്. 1000 തലകൾ ദൈവത്തിന് 1000 തലയുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. ദൈവം സർവജ്ഞാനിയാണെന്നും 1000 കൈകൾ ദൈവം സർവശക്തനാണെന്നും 1000 പാദങ്ങൾ ദൈവം സർവവ്യാപിയാണെന്നും വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിലെ നിവർത്തിയാൽ യേശുക്രിസ്തുവിൽ അവൻ സർവശക്തനാണെന്ന മഹത്വം വെളിപ്പെടുത്തി. 1000 കൈകളുടെ മഹത്വം ക്രിസ്തു വെളിപ്പെടുത്തുന്നു. ഗലീല സമുദ്രത്തിൽ കൂടെ യേശുവും തന്റെ ശിഷ്യന്മാരും ഒരു പടകിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതാ കാറ്റും കടലും തങ്ങൾക്കെതിരായി നൗകയെ നക്കിയെടുക്കുവാൻ നാക്ക് നീട്ടിയപ്പോൾ അടങ്ങുക എന്ന അല്പാക്ഷരം കൊണ്ട് ആടി ഉലയുന്ന അചണ്ഡവാദത്തെ മുഴുവൻ തന്റെ കാൽക്കീഴെ അമർത്തി പിടിച്ചുകൊണ്ട് പ്രപഞ്ച ശക്തികളുടെ മേലുള്ള തന്റെ സർവശക്തിയെ വെളിപ്പെടുത്തി. കാനായിലെ കല്യാണ വീട്ടിൽ യേശുവും ശിഷ്യന്മാരും കടന്നുപോയി. കല്യാണ ഭവനത്തിലെ ഏറ്റവും വിഭവമായിരുന്ന വീഞ്ഞ് എന്ന അവരുടെ ഭക്ഷ്യത്തിലെ പ്രധാനപ്പെട്ട ഭാഗമില്ലാതെ വന്നപ്പോൾ വിരുന്നുവാഴിയുടെ ആൾക്കാരും കൂട്ടത്തിൽ യേശുവിന്റെ മാതാവായ മറിയമും ഓടി വന്ന് പറയുന്നു, ഇവിടെ വീഞ്ഞ് തീർന്നുപോയി. എന്നാൽ അവരുടെ അപേക്ഷകളെ മാനിച്ചുകൊണ്ട് പുറത്തിരുന്ന 6 കൽപാത്രങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞതിൽ വെള്ളം നിറയ്ക്കുവാൻ. പച്ചവെള്ളത്തെ നിറച്ചു വെച്ചപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊടുപ്പിനെന്ന വാക്കുകൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. മണ്ണിലെ വെള്ളത്തെ മുന്തിരിച്ചെടി അതിന്റെ തണ്ടുകളിൽ വലിച്ചെടുത്ത് അതിനെ 6 മാസത്തോളം അതിന്റെ തണ്ടുകളിൽ ഉറയിച്ച് നിർത്തി. പിന്നെ അത് കായ്ക്കകത്ത് ഏൽപ്പിച്ച് കായിൽ കൂടെ പിന്നെ അതിന്റെ ചാറായി പുറത്തു വരുമ്പോൾ അതിനെ എടുത്ത് ഉറയൊഴിച്ച് പിഴിഞ്ഞ് അതിനെ പിന്നെ വാറ്റി വടിച്ചാണ് വീഞ്ഞാക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു കാലത്തെ 6 മാസത്തോളം മുന്നോട്ട് നീട്ടിക്കൊണ്ട് കാലത്തിന്റെ മേലുള്ള തന്റെ സർവശക്തിയെ വെളിപ്പെടുത്തി. മരിച്ചു കിടക്കുന്ന യായിറോസിന്റെ പുത്രിയെ കരം നീട്ടി പിടിച്ചും മരിച്ച് ശവമഞ്ചത്തിൽ കിടക്കുന്ന വിധവയുടെ പുത്രനെ കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ചും മരിച്ച് 4 ദിവസമായി കല്ലറയ്ക്കകത്ത് അന്ത്യവിശ്രമം കൊണ്ടതായ ലാസർ എന്ന പുരുഷനെ വാക്കുകൾ കൊണ്ട് വിളിച്ച് കല്ലറയിൽ നിന്ന് പുറത്തു വരുത്തി ജീവനുള്ളവനാക്കി തീർത്തുകൊണ്ട് മനുഷ്യന്റെ ആത്മാവിന്റെ മേലുള്ള തന്റെ സർവശക്തിയെ യേശുക്രിസ്തു വെളിപ്പെടുത്തി. തന്നെ തൊട്ടവർക്കും താൻ തൊട്ടവർക്കും തൊട്ടവർ തൊട്ടവർക്കും തന്റെ വാക്കുകൊണ്ടും തന്റെ പ്രവൃത്തി കൊണ്ടും എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കിക്കൊണ്ട്
രോഗങ്ങളുടെ മേൽ തനിക്കുള്ള സർവശക്തിയെ വെളിപ്പെടുത്തി. ആകാശത്തെ തുറന്ന് തന്റെ അടുക്കൽ തടിച്ചുകൂടിയ ജനപതികൾക്ക് അന്നം വിളമ്പിക്കൊണ്ട് ആകാശത്തിന്റെ മേലുള്ള തന്റെ സർവശക്തിയെ താൻ വെളിപ്പെടുത്തി. വിട്ട് പോയെന്ന അല്പ അക്ഷരങ്ങൾ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ട് അധർമ്മ മൂർത്തികളുടെ മേൽ തനിക്കുള്ള സർവശക്തിയെ വെളിപ്പെടുത്തി. ഏതൊരു പിശാചിനെയും വാക്കുകൾ കൊണ്ട് അകറ്റാൻ കഴിയുന്ന സാക്ഷാൽ പരിശുദ്ധനും സാക്ഷാൽ പരമാത്മാവുമാണ് താനെന്ന സർവശക്തിയെ വെളിപ്പെടുത്തി. ഒടുവിലായി പാപം, ആ പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്. പാപിയായ പലരെയും നിന്റെ പാപത്തെ ഞാൻ മോചിച്ച് തന്നിരിക്കുന്നു എന്ന വാക്കുകൾ ഉച്ചരിക്കുകയും പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുത്ത് നീതിയുടെ മാർഗത്തിലേക്ക് കരം പിടിച്ച് നടത്തിക്കൊണ്ട് പാപമെന്ന വലിയ വിപത്തിന്റെ മേൽ തനിക്കുള്ള സർവശക്തിയെ വെളിപ്പെടുത്തി. അതെ, യേശുക്രിസ്തു സർവശക്തൻ, ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവന്റെ മേലുണ്ടായിരുന്നു. കൊലോസ്യ ലേഖനം 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസ്യർ 1:14 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സകല സൃഷ്ടികൾക്കും ആദ്യജാതനും. അതേ, പരമാത്മാവിൽ നിന്ന് ആദ്യമായി ജനിച്ചവൻ ആരെങ്കിലും ജനിപ്പിച്ചവനല്ല, താനേ ജനിച്ചവൻ. യോഹന്നാൻ 1 അതിന്റെ 1 മുതൽ 3 വരെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അതെ, സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിന്റെ സർവശക്തി വേഷത്തിൽ മനുഷ്യനായി വന്നിട്ടും അവനത് വെളിപ്പെടുത്തി. 2 1000 തലകളുണ്ട്. സർവജ്ഞാനി തന്റെ മുമ്പിൽ തടിച്ചുകൂടിയ ജനഹൃദയങ്ങളെ മുഴുവൻ വായിച്ചറിയുകയും അതേ സമയത്ത് സ്വർഗത്തെ കുറിച്ചുള്ള മഹത്വം വെളിപ്പെടുത്തുകയും ഭൂമിക്കെന്ത് സംഭവിക്കും, തനിക്കെന്ത് സംഭവിക്കും, താൻ എന്തായിത്തീരും, തന്റെ വരവിന്റെ ആഗമന ഉദ്ദേശം എന്താണ്, തന്നിൽ കൂടി എന്തെല്ലാം ലോകത്തിന് സംഭവിക്കും എന്ന മഹിമയെ മുന്നമേ അറിയിച്ചുകൊണ്ട് താൻ എങ്ങനെ മരിക്കും, താൻ എങ്ങനെ ഉയർക്കും, താൻ എങ്ങനെ സ്വർഗാരോഹണം ചെയ്യും, ഇനിയും താൻ എങ്ങനെ മടങ്ങി വരുമെന്ന മഹത്വം മുന്നമേ തെളിയിച്ചുകൊണ്ട് കാലചക്രം എങ്ങനെ മാറുമെന്നും ഭരണസീമകൾ എങ്ങനെ മാറുമെന്നും മുന്നമേ തന്നെ ലോകത്തിന് അറിയിച്ച് അതൊക്കെ ഇന്ന് ലോകത്തിൽ നിവർത്തിക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തു സർവജ്ഞാനിയായിരുന്നുവെന്ന സത്യം ലോകത്തിൽ വെളിപ്പെടുകയാണ്. അതെ, ദൈവം സർവജ്ഞാനി, ആ സർവജ്ഞാനം ക്രിസ്തുവിൽ സംജാതമായി. 3 അവൻ സർവവ്യാപി, വേഷത്തിൽ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ മഹത്വത്തിൽ പിതാവായി അല്ലെങ്കിൽ പരമാത്മാവിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് സ്വർഗത്തെയും ഭൂമിയെയും കാണുന്ന ചരാചരങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടും കർത്താവായി യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ഏകദേശം 33.5 വർഷം ജീവിച്ചു. ഇത്രയും കാലഘട്ടം അവൻ സ്വർഗത്തിൽ പരമ്പൊരുളായി ഇരുന്നു കൊണ്ടും ഈ കാണുന്ന വിശ്വത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും സ്വർഗാരോഹണ ശേഷം മഹിമയുടെ വലത്തുഭാഗത്ത് അമർന്നിരുന്നു കൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവെന്ന നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ഹൃദയങ്ങൾക്ക് അകത്ത് വസിച്ചുകൊണ്ടും തന്റെ നാമത്തിൽ ആരാധിക്കുന്ന ആരാധനകളുടെ നടുവിൽ വസിച്ചുകൊണ്ടും വിശ്വത്തെ മുഴുവൻ പരിപാലിച്ച് സമസ്ത സൃഷ്ടിയെയും ഒന്നുപോലെ പരിപാലിക്കുന്ന പരിപാലകനായി സർവവ്യാപിയായി അവൻ ഇന്നും ജീവിക്കുന്നു. അതെ, ജഡത്തിൽ വെളിപ്പെട്ട ഏക ദൈവം കർത്താവായ യേശുക്രിസ്തു. 2 തന്നെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾക്ക് നിവർത്തീകരണം വരുത്തുക. അതിൽ അതിപ്രധാനപ്പെട്ടതാണ് സത്യം, വെളിച്ചം, ജീവൻ. ഇതിന് 3നും പൂർണ്ണമായ മറുപടി നൽകുക. മറുപടി കർത്താവ് പറയുന്നു. ഇതാ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ സൂക്തം. എന്ന ചോദ്യത്തിന്റെ മറുപടി യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്താണ് സത്യം? അക്ഷരാണി സതീയമതി മൃദത്വവും അമൃതത്വവും മരിക്കുന്നതും മരിക്കാത്തതും ദൈവത്വവും മനുഷ്യത്വവും അനശ്വരതയും നശ്വരതയും ഒന്നിച്ചു ചേർന്ന് ഒരു കാലമായി അതിൽ നിന്നൊരു അവതാരം ഉണ്ടാകണം. ആ മഹത്വം സത്യമാണ്. സത്യത്തിനാളത്വം ക്രിസ്തുവിൽ നിവർത്തിയായി. അതേ, ക്രിസ്തു സാക്ഷാൽ സത്യമാണ്. ഈ ലോകത്തിലെ സത്യാന്വേഷികൾ അന്വേഷിക്കുന്ന സത്യം ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഒരുവന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിത്യനാശമെന്ന ശിക്ഷാവിധിയിൽ നിന്ന് അവൻ സ്വതന്ത്രനാകുന്നു. യോഹന്നാൻ 8:32 പറയുന്നു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 8:36 പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നൽകുന്നവനാണ്.
അടിമ കച്ചവടങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി, അടിച്ചമർത്തപ്പെട്ട ജീവിതങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി. കഴിഞ്ഞ 2000 ആണ്ടുകൾ കൊണ്ട് അവനിയെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ സോപാനത്തിൽ കൈപിടിച്ച് നടത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ ഒരുവൻ അകത്തളത്തിൽ അംഗീകരിക്കുമ്പോൾ മതങ്ങളുടെ ബന്ധനത്തിൽ നിന്ന്, പാരമ്പര്യങ്ങളുടെ ബന്ധനങ്ങൾക്കകത്ത് നിന്ന്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, അരാജകത്വത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, നിത്യശിക്ഷാവിധി എന്ന ബന്ധനത്തിൽ നിന്ന്, പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന്, മന്ത്രവാദത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, സകല ബന്ധനത്തിൽ നിന്ന് ഒരുവനെ സ്വാതന്ത്രനാക്കി തീർക്കാൻ കഴിയുന്ന സാക്ഷാൽ സത്യം കർത്താവായ യേശു ക്രിസ്തു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ജീവിതത്തിൽ സത്യം കണ്ടെത്താൻ കഴിയാതെ അസത്യത്തിൽ തപ്പി നടക്കുന്നവനോ നീ? സത്യത്തെ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയാതെ ഇന്ന് വരെ ഇരുട്ടിൽ തപ്പുന്നവനോ? നോക്ക് കാൽവരി ക്രൂശിലേക്ക്. ഇതാ കിടക്കുന്ന സത്യത്തിന്റെ മനുഷ്യാവതാരം. അതേ കർത്താവായ യേശു ക്രിസ്തുവിൽ ആ സത്യത്തെ പൂർണ്ണമായി നമുക്ക് ദർശിക്കാം. യേശുവിനെ ഒരുവൻ അറിയുമ്പോൾ അവന്റെ പഴയ പാരമ്പര്യ സ്വഭാവങ്ങളെല്ലാം അവരിൽ നിന്ന് ഓട്ടോമാറ്റിക് മാറി. ഒരുവൻ ക്രിസ്തുവിനാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടി, അവനെ പുതുതാക്കി തീർത്തുകൊണ്ട് സ്വാതന്ത്ര്യമുള്ളവനാക്കി തീർക്കുന്നു. ആ സ്വാതന്ത്ര്യം യേശു ക്രിസ്തു ഭൂമിയിൽ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. നിത്യനായ ദൈവത്തിന്റെ സന്നിധി നിത്യമായി ചേർന്ന് നിത്യതയോട് മറയും വരെയും ആ സ്വാതന്ത്ര്യം അവനെ പിൻപറ്റുന്നു. അതെ, സാക്ഷാൽ സ്വതന്ത്രനാക്കുന്ന സാക്ഷാൽ സത്യം യേശു ക്രിസ്തു. 2 തമസ്വമാം ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കാം. യോഹന്നാൻ 8:12 യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരായി തീരും. അതെ, കഴിഞ്ഞ 2000 ആണ്ടുകൾ കൊണ്ട് അവനിയെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം കർത്താവായ യേശു ക്രിസ്തുവ. എഫെസ്യ ലേഖകന കർത്താവ് പറഞ്ഞു, സകല സൽഗുണവും നീതിയും സത്യവും അത്രേ വെളിച്ചത്തിന്റെ ഫലങ്ങൾ ക്രിസ്തുവിലെ സംജാതമായി. ഗൾഫ് നാടുകളിൽ വസ്ത്രമുടുക്കാൻ അറിഞ്ഞുകൂടാതെ മാറി നിന്ന് കരഞ്ഞ അറബികളെ വസ്ത്രമുടിപ്പിച്ച് അക്ഷരം പഠിപ്പിച്ച് കുടിലുകളിൽ നിന്ന് കനകമണി മന്ദിരങ്ങളിൽ എത്തിക്കുകയും കാടിലാക്കി കാറുകളിൽ കയറ്റുകയും ഒടുവിൽ ആകാശം മുട്ടുന്ന സൗധങ്ങൾ പണിതുറപ്പിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് ക്രിസ്തുവെന്ന വെളിച്ചമാണ്. യൂറോപ്പിൽ മൃഗതുല്യമായി കിടന്ന മനുഷ്യനെ തട്ടി ഉണർത്തി മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവെന്ന വെളിച്ചമാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നരഭോജികളായി ജീവിച്ചവരെ തട്ടി ഉണർത്തി മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയത് കർത്താവായ യേശു ക്രിസ്തുവെന്ന വെളിച്ചമാണ്. ഇന്ത്യയിൽ ചാതുർവർണ്ണ്യ മഹാശ്രേഷ്ഠമെന്ന തത്വം പിടിച്ച് അപർണനെന്നും സപർണനെന്നും ആയുധം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരുന്ന അക്ഷരമറിയാതെ അജ്ഞതയിൽ ആണ്ടുകിടന്ന മനുകുലത്തിന്റെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്നപ്പോൾ മനുഷ്യൻ ഒന്നാണെന്നും മനുഷ്യനിൽ ചാതുർവർണ്ണ്യം എന്നൊന്നില്ല എന്നും ഒരുവരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെല്ലാവരും തുല്യരാണെന്നുള്ള തുല്യമകത്വം ഇന്ത്യയുടെ മണ്ണിൽ പ്രകാശിപ്പിച്ചത് ക്രിസ്തുവെന്ന വെളിച്ചമാണ്. അതേ സ്നേഹിത, താണവനെന്ന് മാറുമറയ്ക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ അകന്നു നിന്ന പലരും ഇന്ന് മടി മന്ദിരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുന്ന ഭരണകർത്താക്കളായി മാറിയില്ലേ? കേവലം വീടുകൾക്കകത്ത്, ഇല്ലങ്ങൾക്കകത്തും കുടിലുകൾക്കകത്തും തളച്ചിടപ്പെട്ട സ്ത്രീ ജീവിതങ്ങളെ പുരുഷനോളം തുല്യ പങ്കാളിത്തമുള്ളവളാണ് സ്ത്രീ എന്ന മഹത്വം വെളിപ്പെടുത്തി അവളെ ഈ ലോകത്തിൽ പുരുഷനോളം പങ്കാളിത്തത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചത് കർത്താവായ യേശു ക്രിസ്തു ഇന്നത് ലോകത്തിൽ നിവർത്തിയാക്കിയിരിക്കുന്നു. അതെ, യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചം. എവിടെയെല്ലാം യേശു ക്രിസ്തു കടന്നുപോയോ, എവിടെയെല്ലാം യേശു ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ടോ, അവിടെയെല്ലാം അക്ഷരമുണ്ടായി, അവിടെയെല്ലാം അറിവുണ്ടായി, അവിടെയെല്ലാം വിജ്ഞാനികൾ ഉണ്ടായി, അവിടെയെല്ലാം ശാസ്ത്രജ്ഞന്മാരുണ്ടായി, എഞ്ചിനീയർമാരുണ്ടായി, ബുദ്ധിരാക്ഷസന്മാരുണ്ടായി. അതെ, യേശു ക്രിസ്തു എവിടെയെല്ലാം കടന്നുപോയോ അവിടെയെല്ലാം ജനഹൃദയങ്ങൾക്കകത്ത് ആത്മീക വെളിച്ചം പകർന്നു. അരാജകത്വങ്ങൾ അസ്തമിച്ചു, മതങ്ങൾ എന്ന കുഴിമാടങ്ങൾ തുറക്കപ്പെട്ടു. അതിനകത്ത് അടഞ്ഞു കിടന്ന ജനകോടികൾ സത്യത്തിൽ സ്വതന്ത്രനാക്കുകയും വെളിച്ചത്താൽ അവർ പൂർണ്ണതരായി തീരുകയും ചെയ്തു. അതേ, പാരമ്പര്യങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് യേശു ക്രിസ്തു അവരെ ജീവന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അനേകർ മരണത്തിന്റെ വക്കിൽ നിന്ന് ജീവനിലേക്ക് നയിക്കപ്പെട്ടത് ക്രിസ്തുവെന്ന വെളിച്ചത്തിൽ കൂടിയാണ്. അതേ സ്നേഹിത, യേശു ക്രിസ്തുവിനെ എവിടെയെല്ലാം ആരെല്ലാം കൈക്കൊണ്ടുപോ അവിടെയെല്ലാം ആത്മീക ആരാധനകൾ ഉയർന്നു. അവിടെയെല്ലാം അരാജകത്വത്തിന്റെ മൂർത്തിയായിരുന്ന പിശാച് എന്ന ആ അധർമ്മ മൂർത്തി ദേശം വിട്ടു മാറുകയും അവിടെയെല്ലാം സ്വാതന്ത്ര്യങ്ങളും സമാധാനവും സന്തോഷവും കൊണ്ട് ഉടലെടുത്തു. മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്നും അത് സംഭവിക്കുന്നു.
പ്രിയ കുഞ്ഞെ, യേശുക്രിസ്തുവിനെ കേവല ക്രൈസ്തവന്റെ ദൈവമെന്നും യഹൂദനെന്നും മാറ്റി നിർത്താതെ ഭേദങ്ങളും ഉപനിഷത്തുക്കളും മനുഷ്യനും ഒന്നടങ്കം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സാക്ഷാൽ ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ദൈവത്തിന് കടലും കരയും കൊണ്ട് അതിർകൽപ്പിക്കുവാൻ കഴിയുമോ നമുക്ക്? വചനം ബൈബിൾ പറയുന്നു, ഭൂലോകത്തിലൊക്കെയും കുടിയിരിക്കുവാൻ അവൻ ഒരുവനിൽ നിന്ന് പലരായ നമ്മെ ഒക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. അതേ ഒരുവനിൽ നിന്ന് ദൈവം സൃഷ്ടി നടത്തിയെങ്കിൽ ആ ദൈവത്തിന് ജാതിയുണ്ടോ? ആ ദൈവത്തിന് മതമുണ്ടോ? ദൈവത്തെ ഏത് ജാതിയോടുകൂടി നീ ഉപമിക്കും? ആകയാൽ അതൊക്കെ തള്ളിയിട്ട് ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് അകത്തളം തുറന്ന് നിന്നെ സന്തോഷ പരിപൂർണനാക്കി തീർക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. അതേ ജീവിതത്തിൽ വെളിച്ചം കാണാൻ കഴിയാതെ രോഗത്തിന്റെയും പ്രതികൂലത്തിന്റെയും പൈശാചികതയുടെയും പാപത്തിന്റെയും പരാജയത്തിന്റെയും പടുകുഴികൾ തപ്പി നടക്കുന്ന സ്നേഹിത, യേശു നിന്നെ വിളിക്കുന്നു. പലരും അന്ധകാരത്തിൽ ബന്ധിക്കപ്പെടുമ്പോൾ ആത്മഹത്യയിലും അരാജകത്വത്തിലും മദ്യപാനത്തിലും മയക്കുമരുന്നിലും അടിസ്ഥാനപ്പെടുന്നു. ഇതെല്ലാം തകർച്ചയിൽ നിന്ന് തകർച്ചയിൽ മാത്രം കൊണ്ടെത്തിക്കും. എന്നാൽ ദൈവം നിന്നെ സ്വതന്ത്രനാക്കും. യേശു വിളിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ. എന്നിൽ വിശ്വസിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. അതേ യേശുക്രിസ്തു സാക്ഷാൽ വെളിച്ചം. 3, മൃത്യോർമാ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ. യേശു പറയുന്നു, യോഹന്നാൻ 11:25, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്താണ് ജീവൻ? സാക്ഷാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ മേലാണ് ജീവൻ. ശരീരത്തെ വിട്ട് പിരിയുമ്പോൾ ജഡമരണമെന്ന് വിളിക്കുന്നു. എന്നാൽ മനുഷ്യനിൽ 2 മരണങ്ങൾ ബൈബിൾ വെളിപ്പെടുത്തുന്നു. ഒന്നാമത്തെ മരണം ജഡം വിട്ട് പിരിയുന്ന. ഇതെല്ലാവരിലും നിക്ഷിപ്തമാണ്, കാരണം ജഡത്തിൽ അവൻ ജനിച്ചത് കൊണ്ട്. 2ാം മരണം ആത്മാവിന്റെ മരണം. ഈ ആത്മാവ് മനുഷ്യന് കൊല്ലുവാൻ കഴിയത്തില്ല. അതിനെ കൊല്ലുവാൻ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രം കഴിയും. അവനെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ദൈവം ആത്മാവിനെ സൃഷ്ടിച്ചത്. കാരണം ദൈവം ഒരിക്കലും നശിക്കാത്തിടത്തോളം സമയം പരമാത്മാവിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവ് നശിക്കത്തില്ല. ആകയാൽ ഇവനെ 2ാം മരണമെന്ന നിത്യ നരകമെന്ന ശിക്ഷാവിധിയിൽ തള്ളുന്നു. അതിനെ തീ പൊയ്ക, ഗന്ധകം കത്തുന്ന പൊയ്ക, പുഴുവും പുഴുക്കളുമുള്ള കത്തിച്ചൊലിക്കുന്ന തീക്കടൽ എന്നൊക്കെ ബൈബിളും ഭേദങ്ങളും പരിശുദ്ധ ഖുർആനും വെളിപ്പെടുത്തുന്നു. ആ 2ാം മരണമെന്ന ന്യായവിധിയിൽ ചെന്ന് വീഴാതിരിക്കാൻ ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം ഒരുക്കിയ ഏക രക്ഷയുടെ പെട്ടകമാണ് കർത്താവായ യേശുക്രിസ്തു. പാപം ചെയ്തപ്പോൾ അവന്റെ ആത്മവെളിച്ചം നഷ്ടപ്പെടുകയും ആത്മമനുഷ്യൻ മരണത്തിന് വേണ്ടി വിധിക്കപ്പെടുകയും ചെയ്തു. ആ ആത്മാവിൽ ക്രിസ്തു കടന്നു വരുമ്പോൾ ആത്മീക ജീവൻ ഉടലെടുക്കുകയും ന്യായവിധി അവരിൽ നിന്ന് കടന്നു പോവുകയും നിത്യജീവന്റെ അവകാശിയായി പരമാത്മാവിൽ ചെന്ന് ചേരുകയും ചെയ്യും. പരമാത്മാവ് മനുഷ്യൻ ഒരുക്കിയിരിക്കുന്ന പവിത്ര സ്വർഗത്തിന്റെ അവകാശിയാകും. അങ്ങനെ ഒരുവൻ ജഡത്തിൽ മരിച്ചാലും പിന്നത്തേതിൽ ആത്മാവിൽ പൊതുജീവൻ പ്രാപിക്കും. ക്രിസ്തു പറഞ്ഞ വാക്യം നിവർത്തിയാകും. ആകയാൽ നാം രക്ഷിക്കപ്പെടുവാൻ ഈ ഭൂമിയിൽ ദൈവം നൽകിയ ഏക രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു. അവനെ ജീവിതത്തിൽ കൈക്കൊണ്ട് അവരെ ജീവിതം ധന്യമാക്കി അനന്തതയിലെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് ഞാൻ അകമഴിഞ്ഞ് ആഹ്വാനം ചെയ്യുകയാണ്. 3, പാപത്തിന് പരിഹാരം വരുത്തുക. എന്താണ് പാപം? പാപം ഒരു വലിയ വിപത്താണ്. ദൈവത്തോടുള്ള സമരമാണ് പാപം. ദൈവത്തോടുള്ള മത്സരമാണ് പാപം. സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടി പാപം ചെയ്താകുന്നുവെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇന്നത്തെ കസേരവലി പാപമാണ്. മത്സരങ്ങൾ പാപമാണ്. മോഹം പാപമാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. മനുഷ്യന്റെ ഉള്ളറയിൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, മത്യാഗ്രഹം, ദുഷ്ടത, ചതി, വിടക്ക് കണ്ട് ദൂഷണം, അഹങ്കാരം എന്നിവ മനുഷ്യന്റെ ഉള്ളറയിൽ കിടക്കുന്നു. യേശു പറഞ്ഞു. വീണ്ടും വചനം പറയുന്നു, ലംഘനമാണ് പാപം. സൃഷ്ടാവിന്റെ കൽപ്പനയെ ലംഘിച്ചത് പാപമാണ്. അതെ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. വേദസൂക്തങ്ങൾ മനുഷ്യർ മനസ്സാ വാച കർമ്മണാ പാപമുള്ളവൻ. ഭഗവത്ഗീത 4:36 അഭിഛേദസി പാപേഭ്യ സർവേഭ്യ പാപകൃത്രിമ, എല്ലാവരും പാപമുള്ളവർ. ഗീത 7:1 സർവധർമാൽ പരിത്യജ്യ മാമേകം ശരണം വ്രജ
അല്ലയോ അർജുന, മുക്തിക്കായി സാക്ഷാൽ ഈശ്വരന്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ, ഈശ്വരൻ ഒരു വഴി തുറന്നു തരികയല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ല. പ്രാതസ്നാന മന്ത്രം: പാപോകം പാപകർമ്മോകം പാപാത്മാ പാപസംഭവ ത്രാഗിമാം പുണ്ടരീകാക്ഷ സർവ യജ്ഞേശ്വരാഹരേ. അർത്ഥം: സകല മനുഷ്യരും പാപത്തിൽ കിടക്കുന്നു. സകല യാഗങ്ങളുടെയും അധിപനായുള്ള ദേവനെ, സന്മൂലം പാപിയായി തീർന്ന എന്നെ രക്ഷിക്കണമേ. ഇത മാപം ദുരിതം മയി യവാഹ മഭീധു ധോഗ യവേശ്വപ ഉദാർത്ഥ നൃത്തം ഇതാർദം. ഋഗ്വേദം 1:23-22. അർത്ഥം: അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും എന്നിൽ ഉണ്ട്. ഞാൻ അറിയുന്നത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്യുന്നത് തിന്മയായി പോകുന്നു. അതെ, മനുഷ്യൻ മനസ്സിലുള്ള ദൈവത്തോട് കരയുക. നീതിസാര മന്ത്രം പറയുന്നു: ഈച്ചയ്ക്കിൽ തലയിൽ വിഷം, പാമ്പിന് പല്ലിൽ വിഷം, തേളിന് വാലിൽ വിഷം, മനുഷ്യൻ ഉച്ചം തല മുതൽ ഉള്ളംകാല് വരെ വിഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു: മനുഷ്യൻ സൃഷ്ടികർത്താവായ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയതുകൊണ്ട് സ്വർഗമുണ്ട്, നരകമുണ്ട്. യെസ്, അതെ, അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു ബൈബിൾ. ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ബൈബിൾ റോമാലേഖനം 3:23. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, ദൈവത്തിന്റെ നീതിയാണ്. പാപം ചെയ്യുന്ന ദേഹിയെ വീണ്ടെടുക്കണം, അത് ദൈവത്തിന്റെ സ്നേഹമാണ്. രണ്ടും ഈ വ്യക്തിയിൽ കൂടി നിവൃത്തിയാകും. യേശുക്രിസ്തുവിൽ കൂടെ പാപിയെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ പവിത്ര പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തു. ബൈബിൾ 1 യോഹന്നാന്റെ ലേഖനം 1-8-9. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെ പോയി. യേശു ആവർത്തിക്കുകയാണ്: സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ കണ്ണുകൊണ്ട് നോക്കുന്നവനല്ല, അവളെ കണ്ണുകൊണ്ട് വ്യഭിചാരം ചെയ്തു. അതെ, ഒരു സ്ത്രീയെ അബദ്ധവശാൽ മോഹിച്ചു പോകാത്ത ഒരു മനുഷ്യനുണ്ടോ? ഒരു പുരുഷനെ കണ്ടാൽ അബദ്ധവശാൽ മോഹിച്ചു പോകാത്ത ഒരു സ്ത്രീ ഉണ്ടോ? ഇല്ലേ, ഇല്ല. ലോകത്തിൽ പാപമില്ലാത്തവരാരുമില്ല, എല്ലാവരും പാപമുള്ളവർ. പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് മതങ്ങൾ പരാജയപ്പെട്ടു, തത്വചിന്ത പരാജയപ്പെട്ടു, കർമ്മകാണ്ഡങ്ങൾ പരാജയപ്പെട്ടു. അപ്പോഴിതാ പാലസ്തീന്റെ മണ്ണിൽ നിന്ന് യേശു മറുപടി പറയുന്നു: ഭൂമിയിൽ മനുഷ്യന്റെ പാപത്തെ മോചിപ്പാൻ എനിക്ക് അധികാരമുണ്ട്. അതേ, സാക്ഷാൽ ദൈവത്തിന് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. അതെ, ഇവിടെ പരമാത്മാവിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന സാക്ഷാൽ ഹിരണ്യഗർഭൻ പുത്രൻ പുത്രത്വം പ്രാപിച്ചു വന്ന ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തും. ബൈബിൾ റോമാലേഖനം 9:22. രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. യോഹന്നാൻ പറഞ്ഞു: ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ബൃഹദാരണ്യ ഉപനിഷത്ത് 1:2-7. സൻവത്സരസ്യ പരസ്താദാത്മന ആലഭത. അർത്ഥം: ഹ്രസ്വകാല ഭൗമിക ജീവിതത്തിന് ശേഷം അവൻ തന്നെ വെലികഴിപ്പാനായി ഏൽപ്പിച്ചു. യോഹന്നാൻ ബൈബിൾ 18-ാം അധ്യായം 1-8 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു തന്നെ ബലി കഴിപ്പാനായി, യാഗത്തിനായി, ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തു. എന്തിന് യേശു ക്രൂശിക്കപ്പെടണം? എന്തിന് ഇവൻ ബലിയായി തീരണം? എന്നെ കേൾക്കുന്ന പ്രിയരെ, രക്തം ചിന്തി ലോകത്തെ വീണ്ടെടുക്കണം. രക്തത്താൽ മാത്രമേ വീണ്ടെടുക്കാൻ കഴിയൂ. പരമാത്മാവിൽ നിന്ന് ഈ പുത്രൻ ദേശത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നത് തന്നെ യാഗമാക്കാൻ വേണ്ടിയാണ്. ഇവന്റെ ജനനം തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പാപമില്ലാത്ത ഒരുവൻ പാപികളെ രക്ഷിപ്പാൻ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് പവിത്രതയോടെ ഇറങ്ങി വന്നിരിക്കുന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. യേശുവിൽ അത് നിവർത്തിയാകണം. യേശുക്രിസ്തു എന്തെങ്കിലും അത്ഭുതം കൊണ്ടല്ല പാപപരിഹാരം വരുത്തുന്നത്, പകരം തന്റെ പ്രാണനെ പകരം വെച്ചാണ് ലോകത്തെ അവൻ വീണ്ടെടുക്കുന്നത്. ഇവിടെ പറയുന്നു ഹ്രസ്വകാല ജീവിതം. അതെ, യേശുക്രിസ്തു ഏകദേശം 33.5 വർഷം ഭൂമിയിൽ ജീവിച്ചു. അതിൽ ഒടുവിലത്തെ 3.5 വർഷക്കാലം ദൈവത്തിന്റെ മഹാപ്രവൃത്തിയെ പാലസ്തീന്റെ മണ്ണിൽ താൻ പ്രവർത്തിച്ചു വെളിപ്പെടുത്തി. ദൈവത്തിന്റെ സ്നേഹം, സർവശക്തി, സർവജ്ഞത, സർവവല്ലഭത്വം, സർവവ്യാപകത്വം, സത്യം, നീതി, വിശുദ്ധി, കരുണ, സ്നേഹം, ദീർഘക്ഷമ, പരോപകാരം എന്നിത്യാദി കാര്യങ്ങൾ ഈശ്വരന്റെ മഹത്വമാണ്. അത് ക്രിസ്തു വെളിപ്പെടുത്തി. താൻ സാക്ഷാൽ ദൈവമാണെന്നുള്ള മഹത്വം വെളിപ്പെടുത്തി. ഒടുവിൽ തന്നെ ഏൽപ്പിക്കണം.
തേന ദേവ അയജന്ത സത്യ ഋക്വേദം 10:90 അധികാരികളും പുരോഹിതന്മാരും ചേർന്ന് അവനെ യാഗം കഴിക്കും. യോഹന്നാൻ 19:15 മുതൽ 16 വരെ മഹാപുരോഹിതന്മാരും നാടുവാഴികളും ചേർന്ന് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോയി. അന്യ അയനായ യജുർവേദം 31:18 രക്ഷിക്കപ്പെടുവാൻ ഈ യാഗമല്ലാതെ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു മാർഗവുമില്ല. ബൈബിൾ അപ്പോസ്തല പ്രവൃത്തി 4:12 നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നടുവിൽ നൽകപ്പെട്ട മറ്റൊരു മാർഗവും ഇല്ല. പ്രജാപതി ചരദത്തി ഗർഭേ അന്ത യജുർവേദം 31:19 പ്രജാപതി എന്ന ആ രക്ഷകൻ അവരിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു, എല്ലാ നാളും കൂടെ ഇരിക്കുന്നു. ബൈബിൾ മത്തായി 28:20 ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഏകോഹി രുദ്രോ ദ്വിതീയായ തസ്തു ശുതാരോപനിഷത്ത് 3:2 പാപമോചനം നൽകുന്ന വേറൊരാൾ ഒരിക്കലും അറിയപ്പെട്ടിട്ടില്ല. അതെ, ഈ ലോകത്തിൽ ഞാൻ നിങ്ങളുടെ പാപത്തെ മോചിച്ചു തരാമെന്ന് ഭക്തമായി വെളിപ്പെടുത്തുകയും പാപിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്ത ഒരേ ഒരു വ്യക്തി, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പുണ്യമലകൾ ചവിട്ടിയത് കൊണ്ടോ, പുണ്യക്ഷേത്രങ്ങളോ പള്ളികളോ സന്ദർശിച്ചത് കൊണ്ടോ, പുണ്യ നദികളിൽ ഇറങ്ങി കുളിച്ചത് കൊണ്ടോ പാപത്തിന് പരിഹാരം വരത്തില്ല. ശർക്കര കുന്നിന്റെ മുകളിൽ വേപ്പിൻ തൈ നട്ട് പഞ്ചസാര ഒഴിച്ചു വളർത്തിയാലും അതിന്റെ ഇല കച്ചുകൊണ്ടിരിക്കും. കാഞ്ഞിരത്തിന്റെ കായ് കാലാകാലപ്പാലിലിട്ട് സേവിച്ചാലും അത് കച്ചുകൊണ്ടിരിക്കും. ഇരുമ്പൊലക്ക വിഴുങ്ങി ചുക്ക് കഷായം കുടിച്ചാൽ ഒരിക്കലും ഇരുമ്പ് ദ്രവിക്കത്തില്ല. നീതിസാരമന്ത്രത്തിന്റെ വാക്കുകളാണ് ഞാൻ വെളിപ്പെടുത്തിയത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപത്തിന്റെ പരിഹാരം ദൈവം ഒരുക്കുന്നു. ആ പാപപരിഹാര ബലിയെ ഒരുവൻ വിശ്വസിച്ച് കൈക്കൊള്ളുമ്പോൾ അവന്റെ ജീവിതത്തിൽ പാപം ദൈവം ക്ഷമിക്കുന്നു. പാപത്തെ മോചിക്കാൻ ദൈവത്തിന് മാത്രം കഴിയും. ആ ദൈവം പാപോത്താരകനായി നൽകിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ യാഗവിധി എഴുതപ്പെട്ട തിരുവെഴുത്തുകളിൻ പ്രകാരം നടക്കണം. എങ്ങനെ? ബൈബിൾ പെസഹ കുഞ്ഞാട് ഊനമില്ലാത്തതായിരിക്കണം. പുറപ്പാട് പുസ്തകം 12:5 ഹോമയാഗത്തിനായി ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. ലേവ്യ പുസ്തകം 1:3 പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. ലേവ്യ 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. അതിന്റെ അർത്ഥം, യാഗത്തിന് വേണ്ടി നൽകുന്ന ഈ യാഗപുരുഷൻ അല്പവും പാപമില്ലാത്തവനായിരിക്കണം. ശരീര കർമ്മദോഷയാനി നര, അവൻ ശരീരത്തിൽ അല്പം പോലും കളങ്കമില്ലാത്തവനായിരിക്കണം. യാഗപുരുഷൻ കുറ്റമില്ലാത്തവനായിരിക്കണം. ഋഗ്വേദം വ്യക്തമായി വീണ്ടും രേഖപ്പെടുത്തുന്നു, ഉദാമൃതത്വസ്യ ഈശാന യതന്നേനാതി ദ്രോഹതി. ഋഗ്വേദം 10:92 ഈ പുരുഷന്റെ ജനനവും അതിവിശുദ്ധമായിരിക്കണം, തന്റെ പ്രവൃത്തിയും അതിവിശുദ്ധമായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് കന്യക ഗർഭിണിയായി അവനെ പ്രസവിച്ചു. അവന്റെ പ്രവൃത്തി ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് ചോദിച്ചു, നിങ്ങളിൽ ആർ എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്തും? അതെ, ഏതെങ്കിലും ഒരുവനെ കൊണ്ട് തന്റെ ജീവിതത്തിൽ ഒരു പാപമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് താൻ വെല്ലുവിളിച്ചു. ജനനം കൊണ്ട് കർമ്മം കൊണ്ടും അവൻ പാപമില്ലാത്തവനായി ഊനമില്ലാത്തവനായിരുന്നു. ഒടുവിൽ 5 കോടതികൾ, മതക്കോടതികൾ 2, കയ്യപ്പാവിന്റെയും കന്നാവിന്റെ മുമ്പിൽ യഹൂദന്മാരുടെ പരമോന്നത നീതിന്യായ സമിതിയായ സന്നദ്ധ സംഘം എന്ന 3-ാമത്തെ കോടതി, 4 സിവിൽ കോടതി, പീലാത്തോസിന്റെ മുമ്പിലും ഹെറോദാസിന്റെ മുമ്പിലും 5 കോടതികൾ, ഇങ്ങനെ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഇവൻ നീതിമാനെന്ന് അവർ കൈ കഴുകിയപ്പോൾ യേശുക്രിസ്തു ഊനമില്ലാത്ത യാഗമൃഗമായിരുന്നു. അതെ, ഇവനിൽ പാപമില്ല. ഇവന് ലോകത്തെ വീണ്ടെടുക്കാം. ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപമില്ലാത്ത ഇവൻ ഈ പാപിയെ വീണ്ടെടുക്കുമെന്ന് ഇതാ വേദസൂക്തങ്ങളും ബൈബിളും വെളിപ്പെടുത്തുന്നു. 2, അവന്റെ യാഗത്തിൽ തലയിൽ കാട്ടുവള്ളികൾ ചുറ്റപ്പെടണം. ശതപഥ ബ്രാഹ്മണം 13:1-1-3 ആ ഭാഗത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിനെ അന്നത്തെ പടയാളികളും നാടുവാഴികളും കൂടി ഗദശമനയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന്
യേശുക്രിസ്തുവിനെ 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചു. ഗദശമനയിൽ വച്ച് യേശു ചോദിക്കുന്നു, നിങ്ങൾ എന്റെ തിരിയുന്നെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. ഒടുവിൽ യേശു തന്നെ അവിടെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ ഇവിടെ വേദസൂക്തം നിവർത്തിയായി. അവൻ പൂർണ്ണ മനസ്സോടെ സമർപ്പിച്ചു. 2, വിസ്താരം കഴിഞ്ഞ് ഇവൻ ഊനമില്ലാത്തവനെന്ന്, ഇവൻ കുറ്റമില്ലാത്തവനെന്ന് വിധി എഴുതിയപ്പോൾ വേദസൂക്തങ്ങൾ നിവർത്തിയായി. ഇവൻ ഊനമില്ലാത്ത, കുറവില്ലാത്ത യാഗമൃഗമായി സങ്കല്പിച്ചേൽപ്പിക്കപ്പെട്ടു. 3, അവന്റെ തലയിൽ കാട്ടുവള്ളികൾ ചുറ്റപ്പെടണം. അതേ, പീലാത്തോസിന്റെ ആസ്ഥാനത്തിൽ കൊണ്ടുപോയി അവിടെ 173 മുള്ളുകൾ കൊണ്ട് മുടയപ്പെട്ട ഒരു മുൾക്കിരീടം അവന്റെ തലയിൽ ആഴ്ത്തിവെച്ച് കോലുകൊണ്ട് തലയ്ക്ക് അടിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം നിവർത്തിയായി. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 29-ാം സൂക്തത്തിൽ ഇതിനെ വെളിപ്പെടുത്തി. എന്തിന് യേശുക്രിസ്തുവിന്റെ തലയിൽ ഈ മുള്ളുകൾ കൊണ്ട് കിരീടം വച്ചു? മനുഷ്യ ഉൽപ്പത്തിയിൽ തന്നെ മനുഷ്യൻ പാപം ചെയ്തകന്നപ്പോൾ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 3-ാം 18-ാം സൂക്തത്തിൽ പറയുന്നു, ഇനി നിനക്ക് മുള്ളും പറക്കാരിയും മുളച്ചു വരും. അതേ, ശാപം. ലോകം ശപിക്കപ്പെട്ടു. മനുഷ്യനെ നോക്കി ദൈവം പറഞ്ഞു, നീ മുഖാന്തരം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യ ലേഖനം 3:13. യേശു ക്രൂശിന്മേൽ കയറിക്കൊണ്ട് നമ്മുടെ ശാപത്തെ തീർത്തു. അവൻ മരത്തിൽ തൂങ്ങി നമ്മുടെ ശാപത്തെ തീർത്തു. എബ്രായ ലേഖനം 6-ാം അധ്യായം 6-7 വാക്യം, മുള്ളും പറക്കാരിയും മുളച്ചുവെങ്കിൽ അത് ശാപത്തിന് അടയാളം. അതേ, ലോകത്തിന്റെ ശാപത്തെ ക്രിസ്തു ശിരസിന്മേൽ വഹിച്ചു. പാരമ്പര്യങ്ങളുടെ ശാപം, മാതാപിതാക്കളുടെ ശാപം എന്നൊക്കെ പറഞ്ഞ് നീ പരാജയപ്പെട്ടിരിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിലോട്ട് ക്ഷണിക്ക്. സകല ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്താൽ നൽകിയ ഏക ഉത്ഥാന ഇവനത്രേ. ഇവനിൽ കൂടി നമുക്ക് ശാപമോക്ഷമുണ്ട്. യേശു ക്രിസ്തു ശാപത്തെ തന്റെ ശിരസിൽ വഹിച്ചു. 3, സ്വന്തം ജനങ്ങളാൽ തള്ളിപ്പറയപ്പെടണം. അന്യോനം മാത മന്യതാമനു പിതാനുപ്രാത സാഗർഭ്യോ അനുസക സായുധ്യായിതി ഇനിത്രൈരേ വൈനം തത് സമന്നൂമത മാലംഭത. സ്വന്തം സഹോദരങ്ങളാലും സ്വന്തക്കാരാലും അവൻ ഉപേക്ഷിക്കപ്പെടണം. യേശുക്രിസ്തുവിനെ അന്ന് പീലാത്തോസിന്റെ ഏറ്റവും വലിയ സിവിൽ കോടതി വിധിച്ചിട്ട് ഇവൻ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞപ്പോൾ പുറജാതിക്കാരന് പോലും കയറി വന്നവനെ പരസ്യമായി ഇറക്കിക്കൊണ്ടുപോകാനുള്ള നിയമം അന്ന് കാലത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും കുറ്റമില്ലാത്ത ഒരുവനെ ശിക്ഷിക്കാൻ നമ്മുടെ കോടതികൾക്ക് കഴിയാത്തതുപോലെ. എന്നാൽ അന്ന് അവനെ ഇറക്കിക്കൊണ്ടുപോകുവാൻ ആരും വന്നില്ല. കാരണം ഇതേ വാക്യം ബൈബിൾ അന്നേക്ക് 600 വർഷങ്ങൾക്ക് മുൻപ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള സൂക്തങ്ങളിൽ 762 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും എന്ന തിരുവെഴുത്തിന്റെ നിവർത്തീകരണത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന് ആരുമില്ലെന്ന് വന്നു. അതേ, ഹിരണ്യഗർഭൻ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന ഈ പുത്രൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടണം. അപ്പോൾ ലോകത്തിന്റെ ശാപം മുഴുവൻ അവന്റെ മേൽ ചുമത്തപ്പെടുകയാണ്. യേശു ക്രിസ്തു എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. ജീവിതത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെട്ട്, ഭർത്താവ് ഉപേക്ഷിച്ച്, മാതാപിതാക്കൾ ഉപേക്ഷിച്ച്, സ്നേഹിച്ച് വളർത്തിയ മക്കൾ ഉപേക്ഷിച്ച്, സഹായിക്കുമെന്ന് കരുതിയവരെല്ലാം ഉപേക്ഷിച്ച്, ഒരു ഗത്യന്തരവുമില്ലാതെ ഭാരപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ലോകത്തിലെല്ലാവരാലും കൈവിടുമ്പോൾ ഉണ്ടാകുന്ന വേദനയെ ശരിക്കും മനുഷ്യന്റെ നടുവിൽ താടിറങ്ങി വന്ന് പാപമൊഴികെ സകലത്തിന് നമുക്ക് തുല്യമായി പരിശോധിക്കപ്പെട്ട ഹിരണ്യഗർഭൻ യേശു ക്രിസ്തു ഈ വേദനകളെ അറിയുന്നു. നിന്നെ ആശ്വസിപ്പിക്കുവാൻ അവൻ വിളിക്കുന്നു. ആരുമില്ല എന്ന് നീ കരുതണ്ട. അവനെ ജീവിതത്തിലോട്ട് ക്ഷണിക്ക്. നീ ഒറ്റയ്ക്കല്ല, ഇവൻ കൂടെ കാണും നിന്നോടൊപ്പം. അതേ, വേദസൂക്തങ്ങൾ പറഞ്ഞു, വിശ്വസിച്ച് കൈക്കൊള്ളുന്നവന്റെ ജീവിതത്തിൽ എന്നും കൂടെയിരിക്കും. ബൈബിൾ പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും അവൻ കൂടെയിരിക്കും. ആകയാൽ മാതാവേ, ആകയാൽ പിതാവേ, ആകയാൽ പ്രിയ സ്നേഹിതരെ, നീ ഒറ്റപ്പെട്ടു വന്ന് നിനക്ക് തോന്നി നീ ജീവിതത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് നിന്റെ കൂടെ നടക്കാൻ ആഗ്രഹമുള്ള ഒരു ദൈവമുണ്ടെന്ന് ഓർക്കണമേ. അവൻ നിന്നെ വിളിക്കുന്നു. ആ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ തുറന്നുകൊടു. 4, യാഗപുരുഷൻ കഷ്ടതകൾ അനുഭവിക്കണം. കയോനവിത്വാൻ അയുജീ സ്വയം ദുരീതാം വഹാമി
പ്രണതരണീം അമസ്യാവം ന്യാസ്യാവശ്മി വിഭുജം നാമൃതം പുനർ വിദ്വാൻ പദപൂര ഏതാ റജൂനേശതി. ഋഗ്വേദം 5:46. അവൻ മറ്റുള്ളവർക്ക് സഹിച്ചു നിൽക്കാൻ കഴിയാത്ത കഷ്ടം അനുഭവിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി വരുന്നു. അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, മുറിവേറ്റും തകർന്നു വിരിക്കുന്നു. യെശയ്യാ 53:3, യെശയ്യാ 53:5. നമ്മുടെ കുറ്റം അവന്റെ മേൽ ചുമത്തി. യെശയ്യാ 53:6. ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. യെശയ്യാ 53:9. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യെശയ്യാ 53:10. പ്രാണവേദനയിലായി അവന്റെ വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളികൾ പോലെ നിലത്ത് വീണു. ലൂക്കോസ് 22:43. യേശുക്രിസ്തു മറ്റാർക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ക്രൂരമായ പീഡകൾ സഹിക്കുന്നതായി കാണാം. ഹിരണ്യഗർഭൻ അധികാരികളും അല്ല എങ്കിൽ മകത്തിമാരും ദേവന്മാരും കൂടി അവനെ യാഗം കഴിക്കുമ്പോ മറ്റുള്ളവർക്കാർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത യാഗവിധി അവന്റെ മേൽ നടക്കണം. യേശുക്രിസ്തുവിനെ ചമ്മട്ടിക്കടിക്കുവാൻ പീലാത്തോസ് ഏൽപ്പിച്ചു. ചമ്മട്ടിക്കടിക്കുന്നത് ഒന്നുകിൽ കൊലക്കുറ്റം ചെയ്തവനെ അല്ലെങ്കിൽ രാജ്യദ്രോഹം ചെയ്തവനെ. യേശു രാജ്യത്തിനെതിരായി സംസാരിച്ചിട്ടില്ല, മതങ്ങൾക്കെതിരായി സംസാരിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല. മരിച്ചു കിടന്നവനെ എഴുന്നേൽപ്പിച്ചിട്ടേ ഉള്ളൂ. യേശുക്രിസ്തു ഏതെങ്കിലും മാർഗങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടില്ല, ഏതെങ്കിലും നിയമങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തിയിട്ടില്ല. പാപത്തിനെതിരെ ശബ്ദമുയർത്തി. പാപിയെ പാപമോചനം കൊടുക്കാൻ അടുത്തു വിളിച്ചു. നശിച്ചു കിടന്നവരെ, അധ്വാനിക്കുന്നവരെ, പാലിച്ചു വെക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരെയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ആശ്വാസം നൽകി. വിശന്നിരുന്നവൻ അപ്പം കൊടുത്തു, രോഗിക്ക് സൗഖ്യം നൽകി. എല്ലാ നഷ്ടപ്പെട്ട വിധവമാർക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുത്തു. ഇതാണോ യേശു ചെയ്ത തെറ്റ്? ഇതാണോ ഹിരണ്യഗർഭൻ ചെയ്ത തെറ്റ്? പറയട്ടെ ലോകം. ഇല്ലേ. പക്ഷെ അവനെ കുറിച്ച് എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ നിവർത്തിയാകണം. പീലാത്തോസ് ചമ്മട്ടിയടിക്ക് ഏൽപ്പിച്ചു. 28 പടിക്കെട്ടുകൾക്ക് താഴെ കൽത്തളത്തിൽ കമഴ്ത്തിക്കെട്ടിയ കുറ്റിയിൽ അപ്പുറത്തും ഇപ്പുറത്തും 2 കിങ്കരന്മാർ കമ്പി കഷ്ടമറ്റം വന്ന് തോൽവാറുകൾ കൊണ്ട് ചുറ്റപ്പെട്ട പൂച്ചവാൽ വടി 7 ആയി തിരിഞ്ഞു. 7 അറ്റത്തും 7 വള്ളിച്ചാട്ടങ്ങൾ, ഓരോന്നിൽ ഈയ കുടുക്കുകളും ചൂണ്ടലുകളും ചിത്രശവല ആകൃതിയിലുള്ള ലോക തകിടുകളും എല്ലിൻ കഷ്ടങ്ങളും തൂക്കിയിരിക്കും. ബൈബിൾ ആവർത്തന പുസ്തകം 25:2 ഒരുവൻ കുറ്റവാളി എന്ന് തെളിഞ്ഞാൽ അവനെ നിലത്ത് കിടത്തി 40 അടി അടിക്കണം. യേശുവിനെ 39 അടിക്ക് വേണ്ടി ഏൽപ്പിച്ചു. ഒരു മനുഷ്യനിൽ എണ്ണിക്കൊണ്ടിരിക്കും. ഒരു 2 തൊട്ടി വെച്ചിരിക്കും. ഒന്നാമത്തെ തൊട്ടിയിൽ വെള്ളവും രണ്ടാമത്തെ തൊട്ടിയിൽ ചോർക്കായും, അതായത് സ്പിരിറ്റ്. ഒന്നാമത്തെ അടി അടിച്ച് വലിക്കുമ്പോൾ ആഴ്ന്നിറങ്ങുന്ന ചൂണ്ടലുകളും ഈയക്കുടുക്കുകളും എല്ലിന് കഷ്ടങ്ങളും മാംസത്തെ മുഴുവൻ പറിച്ചെറിയും. അതേ ഒന്നാമത്തെ തൊട്ടിയിൽ മുക്കും. രണ്ടാമത്തെ തൊട്ടിയിൽ സ്പിരിറ്റ് മുക്കി വീണ്ടും അടിക്കും. ലോകത്തിൽ പച്ച മുറിവിന്റെ മേൽ സ്പിരിറ്റ് വീണാൽ ഉണ്ടാകുന്ന നീറ്റലും വേദനയും ഒരു പ്രാവശ്യമെങ്കിലും മുറിവ് സ്പിരിറ്റ് കൊണ്ട് കഴുകിയിട്ടുള്ളവർക്കറിയാം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു ക്രിസ്തു കമഴ്ത്തിക്കെട്ടിയ കാലിൽ ഇത് അടിച്ച് കീറപ്പെടുകയാണ്. അന്നേക്ക് 1000 ആണ്ടുകൾക്ക് മുൻപ് പ്രവാചക സൂക്തങ്ങൾ എഴുതിയിരിക്കുന്നു. ഉഴവുകാർ അവന്റെ മുതുകിന്മേൽ ഉഴുതൊഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി 39 അടി അടിച്ച് കീറിയപ്പോൾ കന്നുകാലികൾ ഉഴുതുമറിച്ചിട്ട കണ്ടം പോലെ കീറപ്പെട്ട ശരീരവുമായി യേശു നിൽക്കുന്നു. അല്ലയോ ക്രിസ്തുവേ, നിന്റെ ഈ മുതുകത്ത് കാണുന്ന മുറിവെന്ത് മറുപടി? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം. പ്രിയ സ്നേഹിത, ഡോക്ടർമാർ നിന്നെ കൈവിട്ടോ? മെഡിസിൻ നിന്റെ ജീവിതത്തിൽ ഫലിക്കത്തില്ല എന്ന് പറയുന്നു. ഇവിടെ നീ തകർന്നു പോകുമെന്ന് ലോകം പറയുന്നു. നിന്നെ സൗഖ്യമാക്കാൻ വെമ്പുന്ന ദൈവപുത്രന്റെ ശക്തിയുണ്ട്. അവൻ ഇന്നും തന്നെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ കടന്നു ചെന്നുകൊണ്ട് തന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആകയാ ഒന്നും നിന്റെ ജീവിതത്തിൽ അവസാനിച്ചിട്ടില്ല. ഇനിയും മുമ്പിൽ ഒരു പുതിയ വഴി ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ അടിച്ച് കീറപ്പെട്ട ശരീരവുമായി യേശു നിൽക്കുന്നു. മനസ്സെങ്കിലിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഹൃദയത്തെ തുറക്കും. ആന്റണി ചായൻ ക്രിസ്തുവിനെ കണ്ട മുറിവ് കേവലം 6 മുറിവുകളാണ്. 6 മുറിവുകളല്ല ആന്റണി ചായ,
7x7 = 1911 മുറിവുകൾ അവന്റെ മുതുകിൽ കാണുമെന്ന് ചിന്തിക്ക്. നീ കാണാത്ത മുറിവുകൾ നിന്നെയും സ്നേഹത്തിന് വേണ്ടി വിളിക്കുന്ന മുറിവുകളാണ്. അതേ കിരണ്യഗർഭൻ അടിച്ച് കീറപ്പെട്ടവനായി നിൽക്കുന്നു. പീലാത്തോസ് ഇതാ ജനത്തിന്റെ മുമ്പിൽ നിർത്തി പറയുന്നു, ഇതാ ആ മനുഷ്യൻ. ഏത് മനുഷ്യൻ? വീണ്ടെടുപ്പുകാരനായ മനുഷ്യൻ. പ്രപഞ്ച ഉൽപ്പത്തിക്ക് മുൻപേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സാക്ഷാൽ കിരണ്യഗർഭൻ, ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ പരമാത്മാവിൽ നിന്ന് ഉത്ഭവിച്ച പുത്രൻ ഇപ്പോൾ ലോകോത്താരകനായി കടന്നു വന്നിരിക്കുന്നു. കിടയറ്റ മനുഷ്യൻ, തികവുറ്റ മനുഷ്യൻ, അനന്യനായ മനുഷ്യൻ, തികഞ്ഞവനായ മനുഷ്യൻ, വീണ്ടെടുപ്പുകാരനായ മനുഷ്യൻ, പകരക്കാരനായ മനുഷ്യൻ, ലോകോത്താരകനായ മനുഷ്യൻ, ഭാവോത്താരകനായ മനുഷ്യൻ. അതേ പീലാത്തോസ് പറയുന്നു, നീ ഏതിൽ പരാജയപ്പെട്ടുവെങ്കിലും നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ആ മനുഷ്യൻ ഇവനത്രേ. ജനം പറയുന്ന അവനെ ക്രൂശിക്കാം. പീലാത്തോസ് ചോദിക്കുന്നത് ഇവൻ ചെയ്ത തെറ്റെന്ന്. ജനം പറയുന്ന അവൻ തെറ്റ് ചെയ്തോ ഇല്ലയോ, അവനെ ക്രൂശിക്കാം. വാസ്തവത്തിൽ അന്നത്തെ നിയമം അനുസരിച്ച് യഹൂദന്മാർ വിളിക്കേണ്ടത് അവനെ കല്ലെറിയുവാനാണ്. അവന്റെ വായടഞ്ഞു, കാരണം എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ പ്രകാരം അവന് യാഗമാകണം. 2, അന്നത്തെ റോമൻ നിയമം അനുസരിച്ച് ക്രിസ്തുവിന്റെ കഴുത്ത് വെട്ടിക്കൊല്ലണം. പക്ഷെ എന്ത് ചെയ്യാ, അന്നത്തെ റോമൻ ആധിപത്യം പിടിച്ചിരുന്ന ഒരുവനും അതിന് തയ്യാറായില്ല. കാരണം ഈ പറയപ്പെട്ട കിരണ്യഗർഭന്റെ യാഗം വളരെ മുന്നമേ തന്നെ പരമാത്മാവിനാൽ നിർണയിക്കപ്പെട്ടതാണ്. നിർണയിക്കപ്പെട്ടത് പോലെ നടക്കണം. അടുത്തതാ വേദസൂക്തം പറയുന്നു, യാഗമൃഗത്തെ രൂപത്തോട് ചേർത്ത് കെട്ടണം. നവരുതോ തുപാത്പാശം അലാഫത്തേക ദാജന ശതപഥ ബ്രാഹ്മണം 3:7-3:1. അർത്ഥം അവൻ രൂപത്തിൽ ബന്ധിക്കപ്പെടണം. കർത്താവായ യേശുവിനെ പീലാത്തോസിന്റെ അരവലയിൽ നിന്ന് കാൽവരി, ഗമദാ, തലയോടണം, കൽത്തളം, ഗൊൽഗൊഥാ മല എന്ന് വിളിക്കപ്പെട്ട മലയുടെ മുകൾ വരെയും 312 പൗണ്ട് കനം ഉള്ള പച്ച പൈൻ മരം കൊണ്ടുണ്ടാക്കപ്പെട്ട 14 അടി നീളവും 5 അടി വീതിയുമുള്ള ഇമ്മിസ എന്ന ക്രൂശ് ചുമന്നുകൊണ്ട് യേശു നടന്നു നീങ്ങിയപ്പോൾ ലോകത്തെ അവൻ വീണ്ടെടുക്കുകയായിരുന്നു. അവന്റെ ശരീരത്തിൽ ചാട്ടവാറുകൾ നേരത്തെ ഉള്ള മുറിവിന്റെ പുറത്ത് ആഞ്ഞാഞ്ഞു വീശുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തധമനികൾ പൊട്ടി ഇതാ ശരീരത്തിൽ നിന്ന് രക്തം വെമിച്ച് വീഴുന്നത്. ലോകത്തിൽ നടക്കുന്ന രക്താർപ്പണം, ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഇതാ കിരണ്യഗർഭന്റെ രക്തം ഭൂമിയിൽ ഊറ്റി തെറിപ്പിക്കുകയാണ്. ലോകത്തെ ശുദ്ധിയാക്കുന്നു, മാനവ കുലത്തിന്റെ പാപത്തെ ശുദ്ധിയാക്കുന്നു, പിശാചിന്റെ തലയെ തകർത്തുകൊണ്ടിരിക്കുന്നു, അന്ധകാരത്തെ തുടച്ചു മാറ്റുന്നു. ഒടുവിൽ ഗിബെയോനും യെരൂശലേമും തമ്മിൽ വന്ന് സ്വന്തിക്കുന്ന റോട്ടിന്റെ വലത്തുപക്കത്ത് 3 അടി താഴ്ചയിൽ 3 ആടിമേൽ തറയ്ക്കപ്പെട്ടവനായി യേശുവിനെ നാട്ടി നിർത്തി വിവസ്ത്രനാക്കി തീർത്ത ശേഷം യേശു ക്രിസ്തുവിനെ ഇതാ നിർത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചോദിക്ക്, ക്രിസ്തുവേ, നിന്റെ കൈകളിൽ കാണുന്ന ഈ മുറിവ് എന്ത്? മറുപടി ഇങ്ങനെ പറയും, എന്റെ വലത്തേക്കരം സ്വർഗത്തിലേക്കും ഇടത്തേക്കരം ഭൂമിയിലേക്കും, വലത്തേക്കരം സാക്ഷാൽ ദൈവത്തിങ്കിലേക്കും പരമാത്മാവിലേക്കും, ഇടത്തേക്കരം പരമാത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിലേക്കും, എന്റെ വലത്തേക്കരം അനശ്വരതയിലേക്കും എന്റെ ഇടത്തേക്കരം നശ്വരതയിലേക്കും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഇതാ 2 കാലുകളിൽ ഒന്നിച്ചു ചേർത്ത് യോജിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിലെ ഏക മധ്യസ്ഥൻ, രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏക വാതിൽ, ലോകോദ്ധാരകനായ ഏക പുരുഷൻ, അത് ഇവൻ മാത്രം. യേശു ക്രിസ്തുവേ, നിന്റെ കൈകളിൽ കാണുന്ന ഈ മുറിവെന്ന്, അതെ, നിന്നെ സാക്ഷാൽ നിത്യതയിലെത്തിക്കുവാൻ നിനക്ക് വേണ്ടി ഞാനിതാ എന്റെ കൈകളെ വിരിച്ചിരിക്കുന്നു. സ്നേഹിതാ, യേശു ക്രിസ്തുവിന്റെ കൈകളെ വിരിച്ചിരിക്കുന്നത് എനിക്കും നിനക്കും വേണ്ടിയാണ്. അതെ, യേശു നിന്നെ വിളിക്കുന്നു, ഈ കർത്താവ് നിന്നെ വിളിക്കുന്നു. എഴുതപ്പെട്ടതായ വേദസൂക്തങ്ങളുടെ നിവർത്തിക്കായി അവന്റെ ശരീരത്തിൽ കൈകളുടെ തുളയിൽ നിന്ന് രക്തത്തുള്ളികൾ ഈറ്റിട്ട് വീഴും. കാലിലെ മുറിവിൽ നിന്ന് ഈറ്റിട്ട് വീഴുന്നു. വിലാപ്പുറത്തിൽ നിന്ന്, തലയിലിരിക്കുന്ന മുൾക്കിരീടത്തിൽ നിന്ന് ചോരത്തുള്ളികൾ ഈറ്റിട്ട് താഴോട്ട് വീഴുന്നു. ഒടുവിൽ ഒരു മനുഷ്യൻ, ഒരു പടയാളി, ഒരു കുന്തമെടുത്ത് അവന്റെ വിലാപ്പുറത്തെ കുത്തി തുളച്ചു. കാറ്റിന്റെ അടിഭാഗത്ത് കെട്ടിനിന്ന വെള്ളവും രക്തവുമായി ഒലിച്ചപ്പോൾ വേദസൂക്തം നിവർത്തിയായി രക്തം മുഴുവൻ ചിന്തിയിരിക്കുക. 6
യാഗമൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുക്കണമെന്നുള്ള ഋഗ്വേദ സൂക്തം ഇവിടെ നിവർത്തിയാകുന്നു. തം യക്ഷ് ബഗർഷി പ്രൗഷൻ പുരുഷം ജാതമഗ്ര തേനാദേവ അയജന്താ സാത്യ ഋക്ഷയക്ഷയേ. ഋഗ്വേദം 10:97. യേശുക്രിസ്തുവിന്റെ അവസാനത്തുള്ളി ചോര വരെ ഭൂമിയിൽ ഊറ്റിയപ്പോൾ ഈ വേദസൂക്തത്തിന് നിവർത്തി വന്നു. ഹിരണ്യഗർഭന്റെ രക്തം മുഴുവൻ ഭൂമിയിൽ ഊറ്റണം. യേശുക്രിസ്തുവിന്റെ രക്തം മുഴുവൻ ഈ ഭൂമിയിൽ അവസാനത്തുള്ളി ചോര വരെ ഒലിപ്പിച്ചു. 7 യാഗപുരുഷന്റെ എല്ലുകൾ ഒടിക്കരുത്. ഷഡ്വിംശ തിരസ്യാവം ഗാത്രമസ്യാനുനം കൃണാദാദിത്യ ഗാനോവാസ്യം തന്ത്രാം ത്രാണി പ്രീണാദി. ഐതുര്യ ബ്രാഹ്മണൻ 2:6. യാഗമൃഗത്തിന്റെ 26 വാരിയല്ലുകളും അതിന്റെ ക്രമം അനുസരിച്ച് ഓരോന്നോരോന്നായി ഇളക്കിയെടുക്കണം. യേശുക്രിസ്തുവിന്റെ ഓരസ്ഥികളും ഒടിയത്തില്ല എന്ന് അന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്നു. അവന്റെ അസ്ഥികളൊക്കെ എണ്ണപ്പെട്ടിരിക്കുന്നവയിൽ ഒന്നുപോലും ബന്ധം വിട്ടുപോകത്തില്ല. അതെ, യേശുക്രിസ്തുവിന്റെ അസ്ഥികളെ ഒടിച്ചില്ല. അന്ന് ക്രൂശിൽ തറയ്ക്കുന്ന ഒരു വ്യക്തിയെ ക്രൂശിൽ തറച്ച് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ചുറ്റിക കൊണ്ടുവന്ന് കാൽമുട്ടിനെ അവർ തല്ലി പൊട്ടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം കാല് വിലപ്പിച്ചാണ് അവർ ശ്വാസം എടുക്കുന്നത്. കാൽമുട്ട് പൊട്ടിക്കഴിയുമ്പോൾ ശ്വാസം എടുക്കാൻ കഴിയാതെ ഞരങ്ങി ശ്വാസനാളെ കീറി മനുഷ്യൻ മരിക്കും. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നപ്പോൾ അതിനു മുൻപ് അവൻ പ്രാണനെ വിട്ടിരുന്നു എന്ന് കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കാൽമുട്ടുകൾ അവർ ഒടിച്ചില്ല. യോഹന്നാൻ എഴുതി, ലൂക്കോസ് എഴുതി, മത്തായി എഴുതി, മാർക്കോസ് എഴുതി. അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയില്ല. തിരുവെഴുത്തുകൾ നിവർത്തിയ. 7 യാഗപുരുഷന്റെ അങ്കി കീറരുത്. ഏകദാസ്യ ഐതുര്യ ബ്രാഹ്മണം 2:6. അവന്റെ തോൽ ഒരു കാരണവശാൽ കീറിപ്പോകരുത്. അതെ, യേശുക്രിസ്തു അത് ധരിച്ചിരുന്നത് മേൽ തൊട്ട് അടിവരെ കൈകൊണ്ട് നെയ്തുറപ്പിച്ചതായ ഒരു അങ്കിയാണ്. ഇതിനെ അന്നത്തെ പടയാളികളിൽ തങ്ങൾ ആർക്ക് കിട്ടും എന്നറിയുവാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 19:23-24 അവന്റെ വസ്ത്രത്തെ ചീട്ടിട്ടെടുത്തു. അന്നേക്ക് 1000 ആണ്ടുകൾക്ക് മുൻപേ സങ്കീർത്തനക്കാരൻ എഴുതി, അവരെന്റെ കൈകളെ കാലുകളെ തുളച്ചു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. അതെ, വേദസൂക്തങ്ങളും ബൈബിളും പറഞ്ഞ യാഗവിധി പൂർണ്ണമാക്കും. ഒടുവിൽ അവൻ പൂർണ്ണമായി പ്രാണനെ വിടണം. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം, നിവർത്തിയായി ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ലൂക്കോസ് 24-ാം അധ്യായം പറയുന്നു, യേശുക്രിസ്തു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അതെ, യേശുക്രിസ്തു പ്രാണനെ വിട്ടു. ആരെങ്കിലും എടുത്തതല്ല, താൻ കൊടുത്തതാണ്. യേശു പറഞ്ഞു, നാം യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് അവരെന്നെ കൊല്ലും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഈ മന്ദിരം നിങ്ങൾ പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പുതുക്കിപ്പണി. യോഹന്നാൻ 10:14-15 യേശു പറഞ്ഞു, ഞാൻ എന്റെ പ്രാണനെ കൊടുക്കും, അപ്രാണനെ തിരിച്ചെടുക്കും. കൊടുക്കാനും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. യോഹന്നാൻ 19:30 നിവർത്തിയായി. പിതാവേ എന്ന് പറഞ്ഞാൽ പരമാത്മാവേ, നിന്നിൽ നിന്ന് ഞാൻ ഉത്ഭവിച്ചു വന്ന ഉദ്ദേശം മുഴുവൻ പൂർത്തിയാക്കി. പാപോത്ഥാനം നടന്നു. സകലരുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ചു. എന്തെന്ന് ഞാൻ ഉത്ഭവിച്ചോ അതിലേക്ക് മടങ്ങി വരുന്നു. അതെ, പരമാത്മാവിലേക്ക് തിരിച്ച് ആ പുത്രൻ ലയിച്ചു. അതെ, കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ പിതാവിന്റെ സന്നിധിയിൽ, സാക്ഷാൽ പരമാത്മാവിന്റെ സന്നിധിയിൽ തന്നെ ഏൽപ്പിച്ചു. തന്റെ പ്രാണനെ താൻ കൊടുത്തു. എന്നാൽ വേദസൂക്തങ്ങൾ നിവർത്തിയാകണമെങ്കിൽ അവൻ പുനരുത്ഥാനത്തിൽ വരണം. ഋഗ്വേദം പറയുന്നു, അവൻ പുനരുത്ഥാനത്തിൽ വന്നാൽ മാത്രമേ മാനവകുലത്തിന് വീണ്ടെടുപ്പ് നടക്കൂ. രൂപതി ഉലാന മദര പുനാമത്യ സുമൃത്യുനാവൃഷ്ണ കസ്തൈ ഉലാദ പരരോഹതി. അർത്ഥം, വൃക്ഷം വെട്ടിയിട്ട് ചുവട്ടിൽ നിന്ന് കുറ്റി മുളയ്ക്കുന്നത് പോലെ ഹിരണ്യഗർഭൻ യാഗപുരുഷൻ യാഗത്തിൽ നിന്ന് പുനരുത്ഥാനത്തിൽ വരുന്നു. കർത്താവായ യേശുക്രിസ്തു 3-ാമത്തെ ദിവസം റോമൻ പടയണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട്, പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട്, പാപമെന്ന കരാള ഗസ്തത്തെ പൂർണ്ണമായി ഉന്മൂല നാശം വരുത്തിക്കൊണ്ട് യേശുക്രിസ്തു ഇതാ പുനരുത്ഥാനത്തിൽ വന്നു. തന്നെ ആടിയടിച്ച ലോകത്തിൽ ആടിത്തഴുപ്പുള്ള കാലുകൾ വെച്ച് നടന്നു.
തന്നെ അനുഗമിച്ച അരുമ ശിഷ്യന്മാരെ അനുഗമിച്ചവരെ ഒക്കെയും ആടിത്തഴമ്പുള്ള കരം നീട്ടി അനുഗ്രഹിച്ചു. ഒടുവിൽ 40 നാളുകൾക്ക് ശേഷം അവൻ പരസ്യമായി പരമാത്മാവിന്റെ അടുക്കലേക്ക് കയറിപ്പോയി. അതേ ബൈബിൾ എഴുതി അപ്പോസ്തല പ്രവൃത്തി 2:24 മരണപാശങ്ങളെ അഴിച്ചുവിട്ടിട്ട് പരമാത്മാവ് അവനെ പുനരുത്ഥാനത്തിൽ കൊണ്ടുവന്നു. മരണത്തെ അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. യേശുക്രിസ്തു പുനരുത്ഥാനത്തിൽ വന്നതോടെ ഏതൊരു മനുഷ്യനും പുനരുത്ഥാനമുണ്ട് എന്ന യാഥാർത്ഥ്യവും യേശു വെളിപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഉലകത്തിലെ മഹാന്മാർ കല്ലറയിൽ ഉറങ്ങുമ്പോൾ, എല്ലാ കല്ലറയിലും പൂമുഖത്ത് അടഞ്ഞു കിടക്കുമ്പോൾ, തുറന്നിട്ട കല്ലറയ്ക്കുടമയായി ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നു. അതിവിദൂര ഭാവിയിൽ അവനെ അടക്കി വാഴുവാൻ വേഗത്തിൽ വരുന്നു. പീലാത്തോസ് ക്രൂശിന്റെ മുകളിൽ ഒരു എഴുത്തെഴുതി, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. യവന ഭാഷയിൽ, എബ്രായ ഭാഷയിൽ, റോമാ ഭാഷയിൽ. റോമാ ഭാഷ രാഷ്ട്രത്തിന്റെ ഭാഷ, എബ്രായ ഭാഷ മതത്തിന്റെ ഭാഷ, യവന ഭാഷ തത്വചിന്തയുടെ. ഓ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, തത്വചിന്തയുടെ കണ്ണിൽ നോക്കിയാൽ, മതത്തിന്റെ കണ്ണിൽ നോക്കിയാൽ, രാഷ്ട്രീയ കണ്ണിൽ നോക്കിയാൽ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നടുവിൽ ദൈവം നൽകിയ ഏക രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു. അതെ, ഇന്ന് ചില ക്രൂശുകളിലൊക്കെ ഒരെഴുത്ത് നിങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്, ചില അടയാളങ്ങൾ. INRI അർത്ഥം നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന ലാറ്റിൻ പദത്തിന്റെ ചുരുക്കെഴുത്തുകളാണ്. അർത്ഥം ഇവൻ രാജാവാണ്. അതേ, ഭൂമിയെ ഭരിക്കേണ്ടവനാണ്, അന്തിമവിധി പ്രഖ്യാപിക്കേണ്ടവനാണ്. ഇന്ന് രക്ഷകനായി വന്ന ഈ കിരണ്യഗർഭൻ ഇനി കടന്നു വരാൻ പോകുന്നത് ലോകത്തെ വിധിപ്പാനാണ്. അതെ, സംഭവാമി യുഗേ യുഗേ. ഒരിക്കൽ കടന്നു വന്നവൻ ഇനി കടന്നു വരാൻ പോകുന്നത് ലോകത്തെ വിധിക്കാനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷയുടെ ദിവസം. നിന്നെ രക്ഷിപ്പാൻ വിളിക്കുന്ന ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുവാൻ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു ചോദ്യം നീ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം പാസ്റ്റേ? ബൈബിൾ യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം നൽകി. അതെ, ഒരുവൻ ദൈവത്തിന്റെ മകനാകുന്നത് അപ്പോഴാണ്. ഭൂമിയിൽ ഒരേ ഒരു പുത്രനാണുള്ളത്, അത് ഈ കിരണ്യഗർഭൻ മാത്രം. മനുഷ്യരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷെ യേശുവിനെ ഒരുവൻ ജീവിതത്തിൽ സ്വീകരിക്കുന്നതോടെ അവൻ ദൈവത്തിന്റെ പുത്രനായി മാറുന്നു. ആ പുത്രന് വേണ്ടിയാണ് സ്വർഗത്തിൽ അവകാശം നിശ്ചയിച്ചിരിക്കുന്നത്. ആ പുത്രന്മാർക്ക് മാത്രമാണ് ദൈവത്തിന്റെ രാജ്യത്തിലെ അവകാശം. അതെ, കിരണ്യഗർഭൻ കൂടി ആ പിതാവിന്റെ രാജ്യത്തിൽ നിത്യതയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ആ കർത്താവിനെ നിങ്ങളുടെ അകത്തളത്തിൽ അംഗീകരിപ്പിൻ. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ സൂക്തം, റോമാലേഖനം 10-ാമത്തെ സൂക്തം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരുവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ എവിടെയാണെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ഏതെങ്കിലും ഒരു പള്ളി അന്വേഷിച്ച് പോകണ്ട, ഏതെങ്കിലും ഒരു ക്ഷേത്രം അന്വേഷിച്ച് പോകണ്ട. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട്, അയ്യോ കർത്താവായ യേശുവേ, നീ സാക്ഷാൽ ദൈവമെന്ന് ഞാനൊരു പാപി എന്ന് നിന്റെ മുൻപാകെ സമ്മതിക്കും. എന്റെ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലോട്ട് നീ കടന്നു വരണമേ. എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ എഴുതണമേ. എന്റെ ജീവിതാന്ത്യം വരെയും എന്റെ കർത്താവിന്റെ രക്ഷകനുമായി എന്നിൽ വാഴണമേ എന്ന് ജീവിതത്തിലോട്ട് വിളിച്ചാൽ യേശു നിന്റെ ഉള്ളറയിൽ കടന്നു വരും. കുഞ്ഞെ, നിത്യനാശമെന്ന ശിക്ഷാവിധി നിന്നെ വിട്ടൊഴിഞ്ഞു പോകും. ഒരു മഹാരോഗം നമുക്ക് വന്നാൽ ഒരു ഡോക്ടർ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം നമുക്കൊരു വലിയ മെഡിസിൻ എഴുതി തരും. ആ മെഡിസിൻ മേടിച്ച് കഴിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഓർക്കണം. മെഡിസിൻ ഉണ്ട്, അത് കഴിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ പാപോത്താരകനായ യേശു ക്രിസ്തുവിനെ ദൈവം ലോകത്തിൽ നമുക്ക് നൽകി. ഇവനെ സ്വീകരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവമൊരിക്കൽ നിത്യഭവനത്തിൽ ചെന്നെത്തേണ്ട ഉത്തരവാദിത്വം വ്യക്തിപരമാണ്. രക്ഷ വ്യക്തിപരമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, ഇല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ബൈബിൾ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം
16-ാമത്തെ സൂത്രം. അതെ, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവനെ പിൻപറ്റി അവനെ ജീവിതം ധന്യമാക്കി അനന്തതയിലെ നിത്യജീവന് വേണ്ടി ഒരുങ്ങും. യേശുവിനെ ജീവിതത്തിൽ കർത്താവും രക്ഷകനുമായി കൈക്കൊള്ളുമ്പോൾ ഒരുവനിൽ നിന്ന് ന്യായവിധി ഒഴിഞ്ഞു പോകും. യേശു ജഡത്തിൽ വെളിപ്പെട്ട ദൈവം തന്റെ അസ്തിത്വം ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെടുത്തി. ദൈവം തന്റെ അസ്തിത്വം എഴുതി നൽകിയിരിക്കുന്ന രേഖകൾ കൂടി വെളിപ്പെടുത്തി. ദൈവത്വവും വ്യക്തിത്വവും കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി. ആ കർത്താവായ യേശുവിനെ ജീവിതത്തിൽ വിശ്വസിച്ച് കൈക്കൊണ്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനെ ജീവിതം ധന്യമാക്കി അനന്തതയിലെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ സർവ്വജനപതികളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.